മൂന്ന് ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാനും കർത്താവിൽ വളരെ കൃതാർത്ഥനാണ്. ഇങ്ങനൊരു അവസരം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കാരണമായി തീർന്ന കർത്താവ് ദാസൻ ബ്ലസൻ പാസ്റ്ററേയും അവളുടെ റെഹോബോ ചേച്ചിയുടെ രണ്ട് സഭകളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അവസാനം അത് പറയാൻ ഒത്തില്ലെങ്കിൽ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് കർത്താവിന് മഹത്വം കരറ്റി ഇന്നത്തെ അവസാന ക്ലാസ്സിലേക്ക് കടക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. और ये 3 दिन की क्लास में प्रभु ने मुझे ऐसा मौका दिया आपके सामने सेवकाई करने के लिए, प्रभु के वचन को सीखने और सिखाने के लिए प्रभु ने दिया वो मौका के लिए मैं शुक्रगुजार हूँ खुदावंत का और कलीसिया का. കർത്താവിന്റെ ദാസൻ വളരെ കാര്യമായി നമ്മൾ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങൾ ഓൾറെഡി സമറൈസ് ചെയ്തതുകൊണ്ട് ഞാൻ ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. और हमने अब तक जो सीखा हुआ बात को समराइज कर दिया है पासवान ने, इसके लिए मैं आज के उस स्टडी को कंटिन्यू आगे बढ़ना चाहता हूँ. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയാം. നമ്മൾ വിഷയം കംപ്ലീറ്റ് ചെയ്യുന്നതല്ല ഈ ബൈബിൾ സ്റ്റഡിയുടെ വിജയം. നമ്മൾ പഠിക്കുന്ന ധ്യാനിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഈ ദിനങ്ങളിലെ പഠനങ്ങളുടെ വിജയം. देखिए भाइयों बहनों कि हमने टॉपिक को खत्म किया वो नहीं है सबसे महत्व बात, बल्कि हमने जो सीखा हुआ वचन जो है प्रभु की महिमा के लिए अपने आप को प्रभु के हाथों में समर्पित करना और उस वचन के अनुसार जीना जो है सबसे महत्वपूर्ण है. അത് തന്നെയാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിൽ കാണുന്നത്. ഒരു കൂട്ടർ കേട്ടു എഴുതിയെടുത്തു, പക്ഷേ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തില്ല. മറ്റൊരു കൂട്ടർ പാറമേൽ പണിതവർ, അവർ യേശുവിന്റെ വചനങ്ങളെ അതേപടി ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തെ രൂപാന്തരത്തിന് സമർപ്പിച്ചു. അവരാണ് നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ആത്മീയ ദൈവരാജ്യ ജീവിതത്തിന് ഉടമകളായി മാറുന്നത്. यही हम लोग इस पहाड़ी पैगाम में भी देखते हैं. कुछ लोग ने यीशु का कलाम को सुना लेकिन जीवन में अप्लाई नहीं किया, बिना बुनियाद वाला घर बनाए. इसके लिए वो लोग पराजित हो गए और खुदावंद उनको देखकर हाय करके कहने लगे. लेकिन कुछ लोगों ने उस प्रभु के वचन को सुनकर चट्टान पर घर बनाए हुए जैसे उन्होंने जब अपनी जिंदगी को बनाया, वो लोग मुबारक लोगों के साथ जुड़ गए. ഇന്ന് രാത്രിയിൽ നമ്മൾ 6-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. പക്ഷെ കർത്താവ് എനിക്കൊരു നിയോഗം തരുന്നത് പ്രാരംഭത്തിൽ തന്നെ ഉപസംഹാരത്തിലെ 1-2 വളരെ വ്യക്തമായ കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ചുണർത്തി 6-ാം അധ്യായത്തിൽ നമുക്ക് കടക്കാം. ഈ മെസ്സേജിന്റെ കൺക്ലൂഷൻ ഒന്ന് എടുത്തു പറയുവാൻ എനിക്ക് നടത്തിപ്പുണ്ട് ഇപ്പോൾ. और मैं इस प्रभु की आत्मा जिस तरह मुझे लीड करता है, इस पहाड़ी पैगाम की उस कंक्लूशन को आप लोग के सामने कुछ बातों को उसके पश्चात बताकर मैं आगे जाना चाहता हूँ. എന്തിനാണ് നമ്മൾ ഗിരിപ്രഭാഷണം ഇത്ര കാര്യമായി ഓരോ വാക്യം അല്ലെങ്കിൽ ഓരോ ഭാഗം തിരിച്ചിങ്ങനെ ധ്യാനിക്കുന്നത്? എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറയട്ടെ. मैं आप लोग को बताना चाहता हूँ कि क्यों हम लोग इतने टाइम लेकर ये पहाड़ी पैगाम का एक एक वचन को एक एक पंक्तियों को क्यों सीखते हैं. 7:13 മുതലുള്ള കൺക്ലൂഷൻ ആണ്. 7:13-14 വാക്യങ്ങൾ നിമിത്തമാണ് നമ്മൾ ഇത്രമാത്രം ഗൗരവത്തോട് നാം 3 ദിവസം മാറ്റിവെച്ചത് പഠിക്കുവാൻ കാരണം. ये 7वां अध्याय का 13 और 14 वचन जरा देखिए. वो उस कारण से जो है ये 3 दिन हम लोग इस पहाड़ी पैगाम को बड़े गौर से देख रहे और बड़े गौर से इसको सीख रहे. 7 का 13 और 14 आप देखिए. 13-14 വാക്യങ്ങളിലുള്ള കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞ് ആ വാക്യത്തിലെ 1-2 കാര്യങ്ങൾ കാണിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ പഠനത്തിന്റെ കണ്ടിന്യൂഷനിലേക്ക് വരാം. देखिए 7 का 13 और 14 हम लोग जस्ट उसको पढ़ेंगे, फिर हम लोग जो है 6वां अध्याय का कंटिन्यू हम लोग देखेंगे. ഈ 13-14 വാക്യങ്ങളിൽ എഴുതിയെടുക്കുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അവർക്ക് വേണ്ടി ഞാൻ പറയാം. കർത്താവ് മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളി അവരുടെ മുൻപിൽ വെക്കുകയാണ്. 2 വാതിൽ, 2 വഴികൾ, 2 തരത്തിലുള്ള ആൾക്കാര്, 2 അവസാനങ്ങൾ. ഒരിക്കൽ കൂടി ഞാൻ പറയാം. 2 വാതിൽ, 2 വഴികൾ, 2 തരത്തിലുള്ള ആൾക്കാര്, 2 അവസാനം, 2 ഡെസ്റ്റിനേഷൻ നമ്മൾ അവിടെ കാണുന്നു. देखिए यीशु मसीह अपने पैगाम को जब भी उसको बंद करते हैं तो सुनने वाले लोगों को चैलेंज करता हुआ हम लोग देखते हैं.
13 अध्याय 7 का 13 और 14 में देखें, 2 दरवाजे, 2 रास्ते हम लोग देख सकते हैं। ठीक है, फिर उसके बाद 21 में आएंगे तो 2 तरीके के लोगों को हम लोग देख सकते हैं। फिर उसके बाद 24 में हम लोग देख सकते हैं, 24 के नीचे हम लोग देख सकते हैं कि 2 तरीके के मंजिलों को हम लोग वहां पर देख सकते हैं। ഇവിടെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ രണ്ട് വാതിൽ, രണ്ട് വഴി, രണ്ട് തരം ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു കൂട്ടർ വിശ്വാസികളും മറ്റൊരു കൂട്ടർ അവിശ്വാസികളും. നോ നോ നോ, ഇത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വേർതിരിവല്ല. ഇവർ രണ്ടും സ്പിരിച്വൽ ആണെന്ന് ക്ലെയിം ചെയ്യുന്ന സ്പിരിച്വൽ ആൾക്കാരുടെ വേർതിരിവാണ്. देखिए, जब भी आप लोग देखेंगे कि 2 रास्ते और 2 दरवाजे और 2 तरीके के लोग जब भी आप सुनेंगे तो आपको लगेगा कि शायद एक विश्वासी होंगे, दूसरा जो है अविश्वासी होंगे कर आपको लगेगा, लेकिन ऐसा नहीं है। दोनों विश्वासी लोग हैं, दोनों विश्वासी करके कहने वाले लोग हैं, दोनों स्पिरिचुअल करके कहने वाले लोगों के बारे में है। 13 और 14 में लिखा है, 7 का 13 और 14 में। ഇത് ട്രൂ ഡിസൈപ്പിളും ഫ്രോഡായ ഡിസൈപ്പിളും തമ്മിലുള്ള, യഥാർത്ഥ ശിഷ്യനും വ്യാജനായ ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ്. ये एक सच्चे शागिर्द और झूठे शागिर्द का एक निशानी है कर हम लोग देख सकते हैं। അല്പം കൂടെ വ്യക്തമായി ഈ വചനങ്ങൾ നമ്മൾ 2 ദിവസമായി പഠിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ഇത് യേശുവിന്റെ അനുഗാമികളും അന്നത്തെ ഏറ്റവും ഭക്തിയുടെ പുറംപൂച്ചുള്ള പരീശനും ശാസ്ത്രിയുടെയും ആത്മികത, അവരുടെ ആ നീതിയും യേശുവിന്റെ നീതിയും തമ്മിലുള്ള വ്യത്യാസമാണ്. यहाँ पर उस जमाने के सबसे बड़े लीडर्स, स्पिरिचुअल लीडर्स कहने वाले फकी और फरीसियों की रास्तबाजी और यीशु की रास्तबाजी के बीच में तुलना है, यहाँ पर हम लोग देख सकते हैं। 2 വാതിലുണ്ട്. ഇവിടെ യേശു കർത്താവ് പറയുന്നത് 2 ഡോർ ഉണ്ട്, 2 കവാടങ്ങളുണ്ട്. यहाँ पर यीशु मसीह कहता है कि 2 दरवाजे हैं, 2 दरवाजे के बारे में 13 और 14 में जिक्र किया गया है। ഇടുക്കമുള്ള വാതിലുണ്ട്, അതേസമയം ഒരു വിശാലമായ ഒരു കവാടമുണ്ട്. सबसे पहला तंग दरवाजे हैं और दूसरा जो है चौड़ा दरवाजा है। ആദ്യ പ്രയോഗം 13-ാം വാക്യത്തിലെ ആദ്യ പ്രയോഗം ഒന്ന് നോക്കിയേ. ഇടുക്ക് വാതിലിലൂടെ അകത്തു കടപ്പീൻ. എൻറ്റർ, എൻറ്റർ ത്രൂ ദ നാരോ ഡോർ. देखिए वहां पर क्या लिखा है, तंग दरवाजे से दाखिल हो करके वहां पर लिखा है। എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പനയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിൽ കൂടി 3 ദിവസത്തെ ധ്യാനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പതിപ്പിക്കുന്ന കമാൻഡാണ്, ഓർഡറാണ്, ഇംപെറേറ്റീവ് കമാൻഡാണ്. എൻറ്റർ ത്രൂ ദ നാരോ ഡോർ. देखिए 13 वचन में परमेश्वर यीशु मसीह एक कमांड को दे रहा है, एक हुक्म को दे रहा है और कह रहा है कि तंग दरवाजे से दाखिल हो। എന്തിനാണ് നമ്മൾ ഈ വചനങ്ങൾ ധ്യാനിച്ചത്? എന്തിനാണ് 5-ാം അധ്യായം ഓരോ ഭാഗമായി പഠിച്ചത്? എന്താണ് ഇന്ന് 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്? ഇതിന്റെ എല്ലാം രത്നചുരുക്കം, ജീസസ് കമാൻഡ്സ് us, is not just requesting us, he's commanding us to enter through the narrow door into true spirituality, into real life. यीशु मसीह यहाँ पर एक हमारे सामने ऐसा नहीं कह रहा है कि चलो तुम्हारी मर्जी है तो आओ, या तुम्हारी मर्जी नहीं है तो मत आओ, ऐसा नहीं कह रहा है, बल्कि यीशु मसीह हुक्म को दे रहा है कि तुम्हें जीवन की और जिंदगी की ओर अगर दाखिल होना है तो तुम्हें तंग दरवाजे से दाखिल होना जरूरी है। ഇവിടെ ആടിപ്പാടി നിന്നാ പറ്റത്തില്ല. വാതിൽ എന്താണെന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാം. യോഹന്നാൻ 10:4-6 ഒക്കെ വായിക്കുമ്പോൾ വാതിൽ യേശു കർത്താവ് തന്നെയാണ്. വഴി ഏതാ? യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. വാതിലും വഴിയും യേശുവാണ്. യേശുവിനെ അഡ്മയർ ചെയ്ത് നിൽക്കാനുള്ള ടൈമില്ല. യേശുവിന്റെ എന്തെങ്കിലും ഗുണഗണനകൾ പാടുവാനുള്ള സമയമല്ല. യേശു പറയുകയാണ്, എന്നിൽ കൂടി അകത്തേക്ക് കടക്ക്. ഡോണ്ട് ഫൂൾ അറൗണ്ട്, ഡു നോട്ട് ഡിലേ. अर्जेंटली एमरजेंसी आइट एंटर थ्रू द नैरो डोर. देखिए यहाँ पर रास्ता क्या है, यूहन्ना 14:6 में लिखा है कि यीशु मसीह कहा कि मैं ही हूं रास्ता,
और यहाँ पर दरवाजा क्या है, यूहन्ना 10 में लिखा है कि मैं हूं भेड़ों का दरवाजा। तो यीशु मसीह को देखने के लिए या यीशु मसीह की कुछ खूबियों को समझने के लिए यहाँ पर टाइम नहीं है, बल्कि यीशु मसीह के जरिए से या यीशु मसीह के थ्रू आपको प्रवेश करने की जरूरत है। अपना जीवन यीशु के सामने समर्पित करने की जरूरत है। ഒന്ന് ശ്രദ്ധിച്ച്, ആ 14-ാം വാക്യത്തിൽ കൽപ്പനയുടെ കൂടെ തന്നെ ഒരു വലിയ ഒരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പുണ്ട്. അത് 14-ാം വാക്യം, ജീവനിലേക്ക് ഈ വാതിൽ എങ്ങോട്ടാ പോകുന്നത്? ഈ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന അനുസരിച്ച് വാതിലിൽ കടന്നാൽ, ഈ വഴിയിൽ യാത്ര ചെയ്താൽ, ഈ ഇടുക്കമുള്ള വഴി നയിക്കുന്നത് ജീവനിലേക്കാണ്. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നോക്കിയേ, കണ്ടെത്താൻ കൽപ്പിക്കുമ്പോൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരെല്ലാം, കണ്ടെത്താനല്ല, പ്രവേശിക്കാൻ കർത്താവ് പറയുകയാ. കർത്താവ് പറയാ, പ്രവേശിക്കാൻ ഞാൻ കൽപ്പിക്കുന്നെങ്കിലും ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാ. देखिए 14 वचन जरा अपने अपने बाइबल को खोलकर देखिए, वहां पर क्या लिखा है। यीशु मसीह हुक्म देने के बाद 14 वचन में चेतावनी दे रहा है, क्योंकि वो दरवाजा तंग और वो रास्ता सकड़ा है जो जिंदगी की ओर पहुंचता है, और उसको पाने वाले तोड़े हैं। खुदावंद यीशु मसीह का हुक्म है कि तंग दरवाजे से दाखिल हो, लेकिन एक इंटरेस्टिंग बात यह है कि इस तंग दरवाजे को पाने वाले बहुत लोग नहीं है, इसे पाने वाले बहुत थोड़े लोग हैं। നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ കർത്താവ് തന്ന കംഫർട്ടിനൊക്കെ പ്രൈസ് ഗോഡ്. പക്ഷെ ദിസ് ഇസ് എ സീരിയസ് മെസ്സേജ്, ദിസ് ഇസ് എ സീരിയസ് സ്റ്റഡി, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ലൈഫ് വേഴ്സസ് ഡെത്ത്. ജീവമരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്ന് ഞാൻ വായിക്കുമ്പോൾ ഐ എം ടെറിഫൈഡ്, ഞാൻ നടുങ്ങുകയാണ്. കർത്താവെ, ഒരാൾക്ക് ആഗ്രഹത്തോട് ഇത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും എന്തുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത്? അത്രമാത്രം ഇത് ദുർലഭമായ ഒരു വാതിലാണെങ്കിൽ എനിക്കിതെങ്കിലേലും കണ്ടെത്തി ഇതിൽ കൂടി മാത്രം എനിക്ക് സഞ്ചരിച്ചാൽ മതി എന്നുള്ള ഒരു സമർപ്പണത്തിലേക്ക് ഈ വാക്യം നമ്മളെ എത്തിക്കുവാൻ ഒരു നടുക്കം ഈ വാക്യത്തിൽ എൻ്റെ ഉള്ളത്തിൽ വരുന്നുണ്ട്. എൻ്റെ കേൾവിക്കാരുടെ ഉള്ളത്തിൽ അത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. देखिए उसका 14वां वचन जब भी मैं पढ़ता हूं, बड़ा तरतरा के डर कर मैं उस वचन को पढ़ता हूं, क्योंकि यीशु मसीह कहता है कि इस जिंदगी को पहुंचाने वाला ये तंग रास्ता या दरवाजा, उसको पाने वाले बहुत कम हैं। मैं इस बात का खौफ हूं कि खुदावंद अगर उस पाने वाले कम लोग हैं, तो प्रभु जी मुझे वो रास्ता मुझे चाहिए, वो तंग दरवाजा, वो तंग रास्ते मैं पाना चाहता हूं करके खौफ के साथ उस 14 वचन को मैं पढ़ता हूं. ഒറ്റ വാക്കിൽ ഞാൻ എക്സ്പ്ലനേഷൻ കൂടാതെ താഴോട്ടുള്ള കാര്യങ്ങളെ ഒന്ന് തൊട്ട് പറയാം. എന്തുകൊണ്ടാണ് ഇടുക്കുവാതിൽ കണ്ടെത്തുന്നവർ ചുരുക്കമായി പോയത്? ഇന്നും ഇടുക്കുവാതിൽ കണ്ടെത്തുന്നവർ ചുരുക്കമാ. എന്തുകൊണ്ടാണ് ചുരുക്കമായി പോയത്? 3 കാരണങ്ങൾ ഞാൻ പറയാം. क्यों तंग दरवाजे या तंग रास्ते को पाने के लिए आजकल के जमाने में कम लोग क्यों हो गए, उसका 3 रीजंस मैं आप लोग को बताता हूं. താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഈ ഇടുക്കുവാതിൽ കണ്ടെത്താൻ കഴിയാതെ പോയത് ഒന്നാമത്തെ കാരണം, അടുത്ത വാക്യം 15-ാം വാക്യം പറയുന്നത്, കള്ളപ്രവാചകന്മാർ ഈ വഴിയെ മറച്ചു വെച്ചു. കള്ളപ്രവാചകൻ എന്ന് പറയുമ്പോൾ തലയിൽ കൈവച്ച് മകനെ മകളെ എന്ന് പറയുന്ന പ്രവാചകൻ മാത്രമല്ല, അത് ചിന്തിച്ചോളൂ. എല്ലാത്തര ആത്മീയ ശുശ്രൂഷകരെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഇടുക്കുവാതിൽ മറച്ചു വെച്ചത് കൊണ്ട്, ഈ ഇടുക്കുവാതിലിനെ കുറിച്ച് പ്രസംഗിക്കാത്തത് കൊണ്ട്, ഈ ഇടുക്കുവാതിൽ പറഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആകുമെന്ന് ഭയപ്പെട്ട് ഇതിനെ മറച്ചു വെച്ചറുള്ളത് കൊണ്ട് ഈ ഇടുക്കുവാതിൽ പലർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല. क्यों बहुतों ने ये तंग दरवाजे या तंग रास्ते को क्यों नहीं प्राप्त किया, क्यों नहीं उन्होंने पा नहीं पाया? उसका पहला रीजन ये है. उसका 15 वचन जरा देखिए, 7 का 15 में क्या लिखा है कि झूठे नबियों से खबरदार रहना. झूठे नबियों के कारण
झूठे नबी, यहाँ पर जब मैं कहता हूं, केवल आपके फ्यूचर को बोलने वाले लोगों के बारे में नहीं, बल्कि खिदमत करने वाला, सेवकाई करने वाले तमाम लोग, प्रचारक हो, गीत लिखने वाला हो, या इवेंजलिस्ट हो, मुबश्शिर हो, कोई भी होने दो, हर एक प्रकार के खिदमत करने वाले जो तंग दरवाजे को नहीं दिखाते बल्कि चौड़ा रास्ते को दिखाते, इस वजह से बतेरे जो है इस तंग दरवाजे से या तंग रास्ते से ये पा नहीं सकते हैं। ഞാനൊന്ന് ഒറ്റ വാക്കിൽ പറയാം. ഇന്നത്തെ പോപ്പുലർ പ്രീച്ചേഴ്സ്, ഇന്നത്തെ പോപ്പുലർ മിനിസ്റ്റേഴ്സ്, ഇന്നത്തെ പോപ്പുലർ ക്രിസ്ത്യൻ മ്യൂസീഷ്യൻസ്, ഇവരാരെങ്കിലും ഇടുക്കുവാതിലിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇവരാരെങ്കിലും ജീവനിലേക്ക് കടക്കുവാൻ ഉള്ള ആ പാതയുടെ ഞെരുക്കത്തെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല, പറയത്തില്ല. പറഞ്ഞാൽ ആളുകൂടത്തില്ല, പറഞ്ഞാൽ ഫോളോവേഴ്സ് ഉണ്ടാകത്തില്ല. ഇന്നത്തെ വലിയ വലിയ താരങ്ങൾ, സെലിബ്രിറ്റി ശുശ്രൂഷകന്മാർ, അവർ കള്ളപ്രവാചകന്മാരാണ്, അവർ കൊടിയ ചെന്നായ്ക്കളാണ്. അവർ നമ്മുടെ ആത്മിക ലാഭമല്ല, നമ്മുടെ ഭൗതികത അവർ കൈപ്പറ്റുവാൻ നമ്മളെ ആദായമാക്കുകയാണ്. ബിവെയർ ഓഫ് ഫാൾസ് പ്രോഫിറ്റ്സ്. നമ്മൾ ഇതൊരു മുന്നറിയിപ്പായി എടുക്കണം. നമ്മൾ അവരുടെ പിടിയിലായാൽ ഇടുക്കുവാതിൽ ഒരിക്കലും കണ്ടെത്തത്തില്ല. भाइयों बहनों, आप जरा देखिए, आज पॉपुलर प्रीचर्स, पॉपुलर म्यूजिशियंस या पॉपुलर क्रिश्चियन गीत लिखने वाले कोई भी होने दो, या ये तंग दरवाजे के बारे में प्रचार कर रहा है या इस तंग रास्ते के बारे में प्रचार कर रहा है, अगर नहीं कर रहा है तो प्रभु का वचन कहता है कि वो प्रभु ने भेजा हुआ नबी नहीं है, बल्कि वो झूठा नबी है। उससे खबरदार रहना, क्योंकि वो फाड़ने वाला भेड़ियों के जैसा है। ഞാൻ ഒറ്റ വാക്കിൽ പറയാൻ നിങ്ങൾക്കത് മനസ്സിലാകും. ഇന്ന് ഞാൻ താമസിക്കുന്നതിന്റെ 2-3 കിലോമീറ്ററിനപ്പുറം കേരളത്തിലെ ഒരു വലിയ മഹായോഗം നടക്കുകയാണ്. അവിടെ ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് പറഞ്ഞത്, ഈശ്വരനിലേക്ക് പല വഴിയുണ്ട്, അതിലൊരു വഴിയാണ് നിങ്ങളുടെ വഴി, ഏത് വഴി ആയാലും ഈശ്വരന്റെ അടുത്ത് എത്തുമെന്ന് പറഞ്ഞ് ആ വ്യക്തിക്ക് വേദി കൊടുക്കുന്നത് അത് ഇടുക്കമുള്ള വാതിലിന്റെ ലക്ഷണമല്ല, അത് വിശാല വഴിയുടെ തുറന്ന ലക്ഷണങ്ങളാണ് ഇന്നത്തെ ആത്മിക സമൂഹത്തിൽ അരങ്ങേറുന്ന ഈ എല്ലാ പോഷത്തരങ്ങളും. आज पास्टर जिधर रहते हैं उसका 2 किलोमीटर दूर आज एक बड़ा कन्वेंशन हो रहा है। हजारों लाखों लोग जो है उस कन्वेंशन में पिछले कुछ दिनों से आ रहे हैं। आज एक मिनिस्टर, एक नेता ने आकर वहां पर आज प्रचार किया कि परमेश्वर के पास जाने के लिए बहुत सारा रास्ता है, उसमें से एक रास्ता है तुम लोग भी अपनाया। मतलब पेंटिकोस्ट लोग, प्रभु के लोग अपनाया कर कर उस नेता ने बोला, देखिए परमेश्वर के पास जाने के लिए एक ही रास्ता है करके बोलने वाले लोगों के बीच में आकर नेता ने कहा कि परमेश्वर के पास जाने के लिए बहुत रास्ता है। मेरा सवाल ये है, ये नेता को प्रचार करने के लिए दिया गया हुआ स्टेज, दिया गया हुआ ये लोग जो है, लीडर्स लोग जो है, वो लोग सच्चे नबी लोग नहीं है, बल्कि मैं मानता हूं प्रभु के वचन के अनुसार कि वो झूठे नबी हैं और फाड़ने वाले भेड़ियों के जैसा है। ഇതാണ് ഇടുക്ക വഴിയും വിശാല വഴിയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് സ്വർഗരാജ്യവും ഭൂമിയുടെ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ये है सुकड़ा रास्ता और चौड़ा रास्ते का डिफरेंस, ये है स्वर्ग और पृथ्वी का बादशाही का डिफरेंस। ഞാനൊരു ഭാവന പറയാം. യേശു കർത്താവ് ഗലീലയിൽ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഹെരോദാവ് അവിടെ ഇരിക്കുന്നു, പീലാത്തോസ് അവിടെ ഇരിക്കുന്നു. ഇനി കുറച്ചു നേരം ഹെരോദാവ് 2 വാക്ക് പറഞ്ഞാട്ടെ, പിന്നെ പീലാത്തോസ് എല്ലാവരെയും വന്ദനം ചെയ്താട്ടെ. യേശു കർത്താവ് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തുമെന്ന് നിങ്ങൾക്ക് ഭാവന കാണാമെങ്കിൽ നമുക്ക് ഒരു വീണ്ടും വിചാരം വേണ്ടി വരുമായിരിക്കാം. പക്ഷേ ദൈവരാജ്യം, സ്വർഗരാജ്യത്തിന് ലോകരാജ്യവുമായിട്ട് ടൈഅപ്പ് ഇല്ല. പക്ഷെ ഇന്ന് കാണുന്നതെല്ലാം ടൈഅപ്പാണ്. ഇത് ലോകരാജ്യമാണ്, ഇത് വിശാല വഴിയാണ്, ഇതാണ് കള്ളപ്രവാചകന്റെ ലക്ഷണം ഇന്ന് തുറന്ന നിലയിൽ ആത്മിക ലോകത്തിൽ അരങ്ങേറുന്നത്. आज मसीह लोगों के स्टेज में, कन्वेंशन स्टेज में जो है बड़े बड़े पॉलिटिकल लीडर्स लोग आकर उनके सोच और विचार देते हैं। मैं आप लोग से पूछता हूं, आप जरा सोचिए 1 मिनट के लिए, यीशु गलीला में खड़ा होकर प्रचार करने के वक्त, कन्वेंशन देने के वक्त, चलो एरोदा को मैं 5 मिनट देता हूं, या पीलातोस को मैं 5 मिनट देता हूं, या कोई पॉलिटिकल लीडर को मैं 5 मिनट देता हूं कर कर यीशु ने कभी बोला है क्या ऐसा? यीशु ने और यीशु के चेले लोग ने जो नहीं किया वो बातें अगर आज मसीह के लोग कर रहे हैं तो एक बात समझ लेना, ये
चौड़ा रास्ता है, ये सुकड़ा रास्ता नहीं है, ये तंग दरवाजा नहीं है, ये चौड़ा रास्ता है, और चौड़ा रास्ता विनाश की ओर हमें लेके जाता है। നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് ഞാൻ പറയണ്ട. ഡിസംബർ 31 സിനിമാ താരങ്ങളാണ് സഭയിൽ അരങ്ങേറുന്നത്, അവരെയാണ് സ്വീകരിക്കുന്നത്. ഇതെല്ലാം വേറൊരു രാജ്യമാണ്, ഇത് വേറൊരു സുവിശേഷമാണ്, ഇത് വിശാല വഴിയാണ്, ഇത് നാശത്തിലേക്കുള്ള വഴിയാണ്, ഇതിന്റെ മേൽ ന്യായവിധി ഉറപ്പാണ്. देखिए, नॉर्थ इंडिया का बात तो मैं नहीं बोलता हूँ। 31 दिसंबर के नाइट के मीटिंग में सिनेमा एक्टर लोग को और एक्ट्रेस लोगों को चर्च में बुलाकर परफॉर्मेंस करने वाले बहुत सारे चर्चेस नॉर्थ इंडिया में हैं। लेकिन एक बात आप समझ लेना, ये खुदावन की बादशाही नहीं है, ये दुनिया की बादशाही है। ये चौड़ा रास्ता है, ये सुकड़ा रास्ता नहीं है। എന്തുകൊണ്ടാണ് ഇടുക്കുവാതിൽ കണ്ടെത്തുന്നവർ ചുരുക്കമാകുന്നത്? കള്ള ശുശ്രൂഷകൾ, വ്യാജ ശുശ്രൂഷകൾ, ലോകവുമായിട്ട് ടൈഅപ്പുള്ളവരാണ് ആത്മീക നേതൃത്വത്തിൽ നിൽക്കുന്ന ആത്മീക മേലാളന്മാർ. അത് ഇടുക്കുവാതിലല്ല, അത് വിശാലവാതിലാണ്. मेरे भाई और बहनों, क्यों बहुत सारे लोग जो है तंग दरवाजे या जिंदगी को पाने वाले बहुत तोड़े क्यों हैं? क्योंकि झूठे मिनिस्ट्रीज के वजह से, झूठे प्रीचर्स के वजह से, झूठे नबियों के कारण वो लोग जो है चौड़ा रास्ते को दिखाते हैं। तंग दरवाजा या जिंदगी वो कभी भी वो लोग नहीं प्रचार करेंगे, कभी भी वो लोग नहीं बोलेंगे। इसके लिए बहुत ही कम और थोड़े लोग जो जिंदगी को पाएंगे। രണ്ടാമത്തെ കാരണം സ്വയവഞ്ചന നിമിത്തം, സെൽഫ് ഡിസെപ്ഷൻ നിമിത്തമാണ് ഈ ഇടുക്കുവാതിൽ പലർക്കും കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്. दूसरा रीजन क्या है? बहुत थोड़े लोग क्यों जिंदगी पाते हैं या तंग दरवाजे को पाते हैं, उसका दूसरा रीजन ये है सेल्फ डिसेप्शन। खुद को जो है धोखा देने वाले बहुत सारे मसीह भाई बहन लोग हैं। 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി കർത്താവ് പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. 21 वचन जरा देखिए, 7 का 21 में क्या लिखा है? खुदावंद कहने वाले नहीं, बल्कि आसमान की बादशाही में दाखिल होता, मगर मेरे आसमानी बाप की मर्जी पर जो चलता है वो ही आसमान की बादशाही में प्रवेश होता है। ഈ ഇടുക്കുവാതിലിൽ കൂടി കയറിയോ? അറിയില്ല. ഈ ഞെരുക്കമുള്ള വഴി എന്താണെന്ന് നടന്നോ? ഇല്ല. ഈ ഇടുക്കുവാതിൽ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് ഇടുക്കമാകാൻ കാര്യം എന്താ? ഇതിനെ ഇടുക്കമാക്കുന്നത് ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദ സർമൺ ഓൺ ദ മൗണ്ട്. ഗിരിപ്രഭാഷണത്തിലെ ദൈവരാജ്യ തത്വങ്ങളാണ് ഈ വാതിലിനെയും വഴിയെ ഇടുക്കമാക്കുന്നത്. ഇതിലൊന്നും കയറാതെ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ പോകുകയാണ്. ഇതാണ് സെൽഫ് ഡിസെപ്ഷൻ. देखिए, ये रास्ता तंग क्यों हो गया? ये रास्ता छोटा क्यों हो गया? ये छोटा होने का कारण क्या है? जीसस का टीचिंग के कारण है, नहीं तो बादशाह की, खुदावन की बादशाह का प्रिंसिपल्स के कारण जो है ये जिंदगी की ओर जाने वाला रास्ता जो है तंग हो गया, नहीं तो सुकड़ा हो गया है। लेकिन यहां पर 7 का 21 में कुछ लोग यीशु को खुदावन करके बुलाते हैं, लेकिन तंग दरवाजे से नहीं चलते हैं या उस रास्ते से नहीं चलते। उनका रास्ता चौड़ा में है, वो चौड़ा रास्ते में चलते हैं, लेकिन यीशु को खुदावन करके बुलाते हैं। मतलब खुद को धोखा देने वाले मसीह भाई बहन लोग। ഇന്ന് രാത്രി വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. സെൽഫ് ഡിസെപ്ഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിസെപ്ഷൻ ദാറ്റ് വി ഓൾ മസ്റ്റ് ബി അവെയർ ഓഫ്. खुद को फंसाना दुनिया का सबसे बड़ा धोखा है, या सबसे बड़ा धोखा है कर आप लोग सारे लोग समझ लें। എന്നെ ഒരാൾ ചതിച്ചാൽ ഓക്കെ, ചതി പറ്റിപ്പോയെന്ന് പറയാം. ഇപ്പൊ എന്നെ ഒരാൾ പോക്കറ്റ് അടിച്ചെന്നിരിക്കട്ടെ, എന്നെ ഒരാൾ പോക്കറ്റ് അടിച്ചാൽ എനിക്ക് നഷ്ടമോ? പക്ഷെ ഞാൻ എന്റെ പോക്കറ്റ് തന്നെ അടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചാൽ എങ്ങനെ ഇരിക്കും? അതെന്തൊരു അപകടമാണ്. സെൽഫ് ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ഞാൻ എന്നെ തന്നെ പറ്റിക്കുക. देखिए, दूसरे लोग मुझे धोखा देते हैं वो अलग बात है। या समझिए, फॉर एग्जाम्पल, कोई मेरा जेब काट के लेके गया, पैसा पर्स लेके गया, पैसा लेके गया, मुझे नुकसान है। लेकिन मैं ही खुद अपना जेब को काट कर पैसा लेके गया तो उससे बड़ा धोखा और क्या हो सकता है? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
നമുക്ക് പലപ്പോഴും നമ്മൾ ആത്മികരാണെന്ന് തോന്നുന്നത് പല കാരണങ്ങൾ നിമിത്തമാണ്. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു, നിന്ദിക്കുന്നവരുടെ നടുവിൽ എന്നെ മാനിച്ചു, എന്റെ മക്കൾക്ക് നല്ല ഭാവി തന്നു, ഇന്ന നന്മകൾ കർത്താവ് തന്നു, എനിക്ക് രോഗസൗഖ്യം തന്നു, ഇതൊക്കെ ദൈവം തന്നത് കൊണ്ട് അതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ ഞാനായി. നമ്മൾ ഏതോ തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കൂട്ടായ്മയിൽ പോയി ഈ രക്ഷിക്കുന്ന വിശ്വാസം എന്താന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് ഒരു പ്രായമുള്ള ഒരാൾ പറയാ, 50 വർഷമായി ഞാൻ പെന്തക്കോസ്തിലായിട്ട് അദ്ദേഹം പൊതുവിൽ എഴുന്നേറ്റ് പറയുക, ഇന്നത്തെ സന്ദേശം കേട്ടപ്പോ എനിക്കൊരു സംശയം, ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടോ എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയി. देखिए, अपने आप को धोखा देना, मतलब हम लोग सोचते हैं कि यीशु ने मुझे चंगाई दिया, मेरे जीवन में यीशु ने बहुत सारे बरकत दिए, मेरे बच्चों को ब्लेस किया, सब कुछ किया, तो हमें ऐसा अपने आप में ये नहीं समझना है कि चलो यीशु ने ये सब बरकत दिया, इसके लिए मैं तंग दरवाजे या तंग सुकड़ा रास्ते से चल रहा हूं। पिछले दिन में पास्टर जो है एक जगह पर प्रचार करने के लिए गए थे। प्रचार जो है उद्धार देने वाला विश्वास के बारे में उन्होंने प्रचार किया, उद्धार देने वाला, नजात देने वाला ईमान के बारे में प्रचार किया। तो एक बुजुर्ग आदमी खड़ा होकर कहा, मैं मसीह में आकर, नहीं तो पेंटिकॉस्ट में आकर 50 साल हो गया, लेकिन आज का मैसेज के बाद मुझे ऐसा डाउट आ रहा है, क्या मैं वाकई में मुझे नजात मिला है या नहीं। मैं ये सुनकर हैरान हो गया। मतलब इतना साल वो अपने आप को क्या समझ रहा था कि वो उसने नजात मिला है, वो सुकड़ा रास्ते में है करके। നോക്കി 21-ാം വാക്യത്തിലെ ഒരു പ്രയോഗം എന്നെ എപ്പോഴും ചിന്തിക്കുന്നതാ, കർത്താവേ കർത്താവേ ഒന്ന് പറഞ്ഞാൽ പോരെ. ഈ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ആവേശമുള്ള ആള്, ഇച്ചിരി ഉത്സാഹിക, ഇച്ചിരി ഉണർവുകാരനാണെന്ന് തോന്നുന്നു. ഉണർവ് വേണ്ടെന്നല്ല, ഉണർവും ആവേശവും ഉത്സാഹവും ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന ആള്. പക്ഷെ ഈ ആവേശം കൊണ്ട് കർത്താവിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ കാര്യമില്ല. പിതാവിന്റെ ഇഷ്ടം എന്താ? പിതാവിന്റെ ഇഷ്ടം മൊത്തമാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ ബൈബിള്. ഇതാ പിതാവിന്റെ ഇഷ്ടം. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നതും പ്രത്യേകാൽ ഈ വാക്കിന്റെ പശ്ചാത്തലം, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ ഗിരിപ്രഭാഷണത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളാണ് എന്റെ പിതാവിന്റെ ഇഷ്ടമെന്ന് കർത്താവ് പറയുകയാണ്. അതിനോട് എന്റെ ജീവിതം അലൈൻ ചെയ്തില്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ രാജ്യത്തിലല്ല എന്ന് തീർത്ത് പറയുകയാണ് കർത്താവ്. देखिए 21 वचन और एक बार अपने बाइबल को खोलकर देखिए क्या लिखा है खुदावंद, है खुदावंद। एक बार नहीं कह रहा बल्कि 2 बार कह रहा है। अरे एक ही बार कहता तो अच्छा था ना, क्यों 2 बार कह रहे हैं? मतलब एक्साइटमेंट है, खुदावंद को बुलाने के लिए एक्साइटमेंट है, लेकिन एक्साइटमेंट के वजह से आप तंग दरवाजे या सुकड़ा रास्ते में होना जरूरी नहीं है, बल्कि वहां पर क्या लिखा है, आसमानी बाप की मर्जी को जो करता है वही खुदावंद की बादशाही में दाखिल होता है। आसमानी बाप की मर्जी क्या है? अपने हाथ में दिया हुआ ये किताब मुकद्दस, परमेश्वर का पुस्तक वचन जो है, ये सारा परमेश्वर की मर्जी है। इस प्रकार जिएंगे तो ही मैं और आप लोग सुकड़े रास्ते में या तंग दरवाजे से दाखिल जिंदगी में होते हैं। ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. ഇതിൽ പ്രവേശിക്കാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ദൈവപ്രവൃത്തി നടക്കണം. ഞാൻ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുവാൻ എന്റെ ഹൃദയം കർത്താവ് തുറക്കണം. കർത്താവ് എന്റെ നീതിയായി തീരണം. ഒരു വീണ്ടും ജനന അനുഭവത്തിൽ കൂടി, ഒരു രൂപാന്തര അനുഭവത്തിൽ കൂടി, ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളിൽ കൂടി എനിക്ക് അകത്ത് കയറാൻ കഴിയത്തുള്ളൂ. അത് പ്രതികരിക്കാൻ എനിക്ക് കൃപ കിട്ടിയാലേ പറ്റത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. मैं और आप लोग ये समझना चाहिए कि ये खुदावन की बादशाही में दाखिल मैं अपनी शक्ति और सामर्थ्य से बिल्कुल नहीं होगा, बल्कि खुदावंत मुझ पर फजल कर कर मैं इस बादशाही में नया जन्म, नए सिरे से पैदा होगा तो ही मैं खुदावन की बादशाही में दाखिल होगा। എങ്ങനെയാണ് ഇടുക്കുവാതിലിൽ കൂടി പ്രവേശിക്കുന്നത്? എങ്ങനെയാണ് ജീവനിലേക്ക് കടക്കുന്നത്? യോഹന്നാൻ 3:5 പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. देखिए किस तरह हम खुदावन की बादशाही में दाखिल होते हैं। यूहन्ना 3 में हम लोग इस तरह देखते हैं कि जो कोई पानी और रूह से नए सिरे से पैदा नहीं होता वो खुदावन की बादशाही में दाखिल नहीं होता। ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഇന്നലെ പറഞ്ഞതിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. വെള്ളം ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ്
പ്രസ്താവിക്കപ്പെടുന്ന വചനം എൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഒരു ദൈവിക ക്രിയ നടക്കാതെ എനിക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. पानी जो है प्रभु का वचन है और रूह इस वचन को लेकर मुझे धोकर शुद्ध कर कर नए सिरे से जब भी मुझे पैदा करेगा, तब मैं प्रभु के राज्य में या प्रभु की बादशाही में दाखिल होगा. ഇന്നലെ നാം ചിന്തിച്ചത് നീതീകരിക്കപ്പെടുന്നത്, ദൈവത്തിന്റെ നീതി പൊസിഷനലി നമുക്ക് കിട്ടുന്നത് സൗജന്യമായിട്ടാണ്, വിശ്വാസത്താലാണ്. അത് പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. देखिए, हम लोग कल देखा कि हम लोग ईमान के वसीले से रास्तबाज ठहरते हैं, उसी के बाकी हम लोग आज देख रहे हैं कि खुदावन की बादशाही में भी ईमान और खुदावन की फजल के वसीले से मैं और आप लोग दाखिल होते हैं. റോമർ 10:17 എടുക്കട്ടെ. അവിടെ ഇങ്ങനെയാ പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. रोमियो 10 में इस तरह पढ़ते हैं कि सुनना, ईमान जो है सुनने से और सुनना मसीह के कलाम से आता है कर हम लोग रोमियो 10 में देखते हैं. സുവിശേഷത്തിൽ വിശ്വസിച്ച എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകും. ഇപ്പൊ പറയുന്നത്, നമ്മൾ സുവിശേഷം കേട്ടപ്പോൾ ഒരു പൊതുവേദിയിലാണെങ്കിൽ നമ്മുടെ ചുറ്റും കേട്ട ഒത്തിരി പേര് കാണും, പക്ഷെ അവർക്ക് വിശ്വാസമായത് പരിണമിച്ചില്ല. വിശ്വാസം കേൾവിയാലാ വരുന്നത്, പക്ഷെ കേട്ട എല്ലാവർക്കും വിശ്വാസമായി പരിണമിക്കത്തില്ല. देखिए, आपने सुसमाचार सुना, आपके साथ और भी लोग भी सुसमाचार सुने होंगे, लेकिन वो सुसमाचार उनको कोई फायदा नहीं लेके आया. उन्होंने सुना सच है, लेकिन उनको फायदा नहीं लेके आया. आपको फायदा क्यों लेके आया? क्योंकि खुदावन ने आप पर फजल किया, उसे सुनने के लिए, उसे समझने के लिए. കേട്ടവർ പലരുണ്ട്. ഇടുക്ക് വാതിലിൽ കൂടി കടപ്പീൻ എന്ന് ഒത്തിരി പേര് കേട്ടു. ഈ കൽപ്പന, സുവിശേഷത്തിന്റെ ആഹ്വാനം, യേശു കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ വിളംബരം ഒത്തിരി പേര് കേട്ടെങ്കിലും കേൾവിയോട് പ്രതികരിപ്പാൻ കൃപ ലഭിച്ചവർ, ആ കൃപയുടെ പേരാണ് വീണ്ടും ജനനം. ദൈവത്തോട് പ്രതികരിക്കുന്ന ഒരു ഹൃദയം കിട്ടുമ്പോഴാണ് എനിക്ക് വിശ്വാസത്തോടെ ദൈവിക നീതി ഏറ്റെടുത്ത് ഇടുക്ക് വാതിലിൽ കൂടി കയറി ദൈവരാജ്യത്തിന്റെ ഒരു പൗരനായി ജീവിക്കുവാനുള്ള ഭാഗ്യം കിട്ടുന്നത്. ആ ഭാഗ്യം ലഭിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വം കരേറ്റിക്കാട്ടെ. देखिए, तंग दरवाजे से दाखिल होना कर यीशु ने बोला, वो बात बहुत सारे लोग ने सुना, लेकिन आपने खाली सुना नहीं, बल्कि आपने उसको समझा और चक्कर जाना और उस तंग दरवाजे में दाखिल क्यों हो गए. ये आपकी खूबी नहीं, बल्कि खुदावन ने आपको रहम किया, आप पर फजल दिया और इस तंग दरवाजे से खुदावन की बादशाही में प्रवेश होने के लिए खुदावन ने आपको फजल दिया. ऐसा फजल मिला है कर यकीन जिन लोगों को है, अपने हाथ उठाकर खुदावन को धन्यवाद करेंगे. हालेलुया. ആ കൃപയാണ് ഈ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ആ കൃപ നമ്മളിൽ വെളിപ്പെടുമ്പോൾ വിശ്വാസം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ മാത്രമേ രക്ഷയുള്ളൂ, ഈ കർത്താവിനെ എന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് കർത്താവിനെ കയറി പിടിക്കുന്ന കൈകളാണ് വിശ്വാസം എന്ന് പറയുന്നത്. देखिए, आप खुदावन का फजल ही केवल खुदावन की बादशाही में आपको लेके आ सकता है. आपका कोई स्टेटस, आपका कोई भी यहाँ पर काम, कुछ भी काम नहीं होता है. आपने यीशु को देखा, उस बलवंत हाथों को देखा और उस बलवंत हाथों को आपने जोर से पकड़ लिया. उसके वजह से आपको उसने उसकी बादशाही में दाखिल करवाया. ये खुदावन का फजल है, इसलिए हम लोग प्रभु को धन्यवाद करते हैं. ഓക്കെ, ഇടുക്ക് വാതിലിൽ കൂടി കയറുവീൻ, എൻറ്റർ ത്രൂ ദ നാരോ ഗേറ്റ്. ആ വാക്ക് ഞാൻ പറയുമ്പോൾ അതിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസം എന്നിൽ ഉളവാക്കുന്ന വീണ്ടും ജനനമുണ്ട്. ഒരു കാര്യം കൂടെ അവിടെ ഉള്ളത് പറഞ്ഞിട്ട് നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് വരണം. വിശ്വാസത്തിലാണ് ഞാൻ പ്രതികരിക്കുന്നത്. അത് പ്രതികരിപ്പാൻ, ഇതിൽ പ്രവേശിക്കുവാൻ എന്നെ പ്രാപ്തമാക്കുന്നത് വീണ്ടും ജനനമാ. ഒരു ഘടകം കൂടെ അവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത് ഞാൻ പറയാൻ പോകുകയാണ്. देखिए, 13 वचन में लिखा है कि तंग दरवाजे से दाखिल होना, ये दाखिल होना है तो ईमान की जरूरत है, फजल की जरूरत है. खुदावंद आपको उसके बादशाही में, उस तंग रास्ते में, सुकड़े रास्ते में आपको फजल से लेके आता है. ये बात हम लोग बुनियादी तौर से समझने की जरूरत है. ദൈവം കൃപയാൽ, അവിടുത്തെ ആത്മാവിനാൽ നമ്മളിൽ ഒരു ക്രിയ നടത്തുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ പ്രതികരിക്കുന്നത്. എന്നാൽ ആ പ്രതികരണം പുറത്ത് വെളിപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ പുറത്ത് വെളിപ്പെടുന്നത്
മാനസാന്തരമായിട്ട കർത്താവിന്റെ ആദ്യത്തെ മെസ്സേജ് മത്തായി 4:17 സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ. റിപ്പൻഡൻസ് ആണ് ഈ പ്രവേശനം വെളിവാക്കുന്നത്. आपके अंदर खुदावन का फजल आया कर कर कैसा पता चलता है? मत्ती का सुसमाचार 4 अध्याय उसका 17 वचन में लिखा है कि उस वक्त यीशु ने मुनादी करना शुरू किया कि तौबा करो क्योंकि खुदावन की बादशाही नजदीक है। तो आपके अंदर खुदावन का फजल आया, आप तंग दरवाजे में आगे कर कर कैसा पता चलता है? उसका आउटकम क्या है? आपने तौबा किया, आपने मन फिराया। आपका मन फिराने से पता चलता है कि खुदावन का फजल आपके हृदय में, आपके अंदर आया करके। ഇത് മനസ്സിലാക്കുന്ന ഒരു ലളിതമായ ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ ഈ കാര്യം വ്യക്തമാകും. ഇത് വളരെ സിമ്പിളായി ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന പാഠമാണ് ഞാൻ പറയുന്നത്. मैं एक एग्जाम्पल देता हूं, एक मिसाल आपको देता हूं, तो ये मैं बोला हुआ बात आपको जल्दी समझ में आएगा। യേശു കർത്താവ് പറയാണ്, ഇടുക്ക് വാതിലൂടെ കടപ്പീൻ, എൻറ്റർ ത്രൂ ദ നാരോ ഗേറ്റ്. ഞാൻ ആ വിളി കേട്ട് പ്രതികരിക്കുക. ഇത് പ്രതികരിക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ മരിച്ചവനാ, ആത്മീകമായി മരിച്ചവനാ. പ്രതികരിക്കണമേ ഒരു ദൈവിക പ്രവൃത്തി നടക്കുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്. പ്രതികരിച്ച് ഞാൻ വാതിലിൽ കൂടി കടക്കാൻ നോക്കുമ്പോൾ എനിക്ക് ബാഗേജുമായിട്ട് അകത്ത് കടക്കാൻ പറ്റത്തില്ല. ഇത് ഇടുക്കമാണ്. എന്റെ പാപവും എന്റെ പഴയ സ്വഭാവവും എന്റെ പഴയ ജീവിത ശൈലികളും എന്റേതായ പഴയ ചിന്താഗതികൾ എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറാൻ നോക്കിയാൽ എനിക്ക് കയറാൻ പറ്റത്തില്ല. ഒരു ഭക്തൻ ഇങ്ങനെയാ പറയുന്നത്, യേശുവിന്റെ ആകൃതിയിലുള്ള കാര്യമേ ആ വാതിൽ, യേശു വാതിലായതുകൊണ്ട് യേശുവിന്റെ ആകൃതിക്ക് ചേരുന്നതേ ആ വാതിലിൽ കൂടി കടക്കത്തുള്ളു. എന്റെ പഴയ ജീവിതം, പഴയ സ്വഭാവം, പാപത്തിന്റെ ആ വലിയ കെട്ടുമായിട്ട് എനിക്ക് അകത്ത് കടക്കാൻ കഴിയത്തില്ല. ഇതിനെ വലിച്ചെറിയുന്ന ഈ ജീവിതത്തോട് പുറം തിരിയുന്നതാണ്, പഴയ ജീവിതത്തോട് പുറം തിരിഞ്ഞ് ദൈവരാജ്യ ജീവിതത്തിലേക്ക് മുഖം തിരിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. देखिए, जब खुदावन का फजल आपके ऊपर आया, आप जो है खुदावन यीशु मसीह के पास आए, ठीक है, दरवाजे के सामने आए, लेकिन दरवाजा के आगे क्या है? रास्ता कैसा है? तंग रास्ता है। ये तंग रास्ते से आपके ऊपर बड़ा बोझ रखा हुआ है। बड़ा बोझ लेके इसके अंदर घुसना उतना आसान नहीं है। किसी ने ऐसा कहा कि दरवाजा यीशु है, तो दरवाजा का शेप भी यीशु के जैसे ही है। तो यीशु के जैसा बनने वाला व्यक्ति ही इस तंग रास्ते से गुजर सकता है, जा सकता है। अपना बोझ को, अपना गुनाह का बोझ को लेकर या बड़े बोझ को या दुनिया की कोई बात भी लेकर, इस बोझ को लेकर हम लोग इस रास्ते से नहीं चल सकते हैं, बल्कि इसको उतार फेंक के इस रास्ते में चलने के लिए पूरा हृदय, पूरा मन लगाए हुए लोग हैं, सच में तौबा किए हुए लोग, सच में मन फिराए हुए लोग। ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഗിരിപ്രഭാഷണം ധ്യാനിക്കുമ്പോൾ, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പം ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് പൈസയുള്ളവൻ, സമ്പന്നൻ, മിടുക്കൻ, ഭാഗ്യവാനാ. പക്ഷെ ദൈവരാജ്യത്തിന്റെ മൂല്യം നേരെ തിരിച്ചായതുകൊണ്ട് നമ്മൾ പഠിച്ചതിനെ ഡിലീറ്റ് ചെയ്യാതെ, അതാണ് മാനസാന്തരം, മെറ്റാനോയ്യ, ചേഞ്ച് യുവർ മൈൻഡ്. നമ്മുടെ തിങ്കിങ് മാറാതെ, ആ തിങ്കിങ് അനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറാതെ, ഒരു മാറ്റത്തിന് സമർപ്പിക്കപ്പെടാതെ ഈ വാതിലിൽ കൂടി കടന്ന് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല. देखिए, ये बात हम लोग समझना कि ये रास्ते में चलने के लिए सबसे प्रथम तौबा हमारे जीवन में रहना जरूरी है। मन फिराने की जरूरत है। मन फिराने का मतलब क्या है? मेटानोइया करके वर्ड, ग्रीक का वर्ड को जो है हम लोग तौबा कर कर बोलते हैं। मेटानोइया का मतलब चेंज योर माइंड, अपना मन को बदलना, अपना रूप को ही बदलना, अपना सोच को ही बदलना। तो इस पहाड़ी पैगाम में आने के वक्त हमने अपने बारे में या अपने इर्द गिर्द के बारे में कुछ सोच रखा हुआ है, उस सोच को हम लोगों को बाहर फेंक देना है। मिसाल की तौर से 5:3 में लिखा है कि मुबारक है जो दिल के गरीब है। हमने क्या सोच के रखा था? मुबारक है जो अमीर है। लेकिन पहाड़ी पैगाम में जब ये अब आएंगे, यीशु के टीचिंग में जब ये आएंगे, तो हमने सिखा हुए बातों को हमें उठाकर फेंकना है और यीशु का उस तालीम को जो है हमें अपने अंदर लेना है।
ഇന്ന് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിനി അല്പം കൂടെ വ്യക്തമാകും. 6-ാം അധ്യായത്തിലെ ശിഷ്യന്റെ ഭക്തിയും ശിഷ്യന്റെ ലക്ഷ്യവും ഇതുവരെ ചിന്തിച്ചത് വെച്ച് വേണം, ഇന്നലെ ചിന്തിച്ചതും ഇനിയും ചിന്തിക്കാനുള്ളതും എല്ലാം ഇപ്പോൾ നാം പറഞ്ഞ കാര്യങ്ങളുടെ ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാലേ നമുക്ക് ഈ ദൂത് ഹൃദ്യസ്ഥമാകത്തുള്ളു, ഈ യാത്രയിലേക്ക്, ഈ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് ഒരുങ്ങാൻ കഴിയത്തുള്ളു. देखिए आज हम लोग जो है मत्ती रचित सुसमाचार 6वां अध्याय में एक शिष्य का नहीं तो एक शागिर्द का जीवन में लक्ष्य क्या है, उसका उद्देश्य क्या है, उसका मकसद क्या है, ये बातें आज हम लोग थोड़ी देर देखने वाले हैं. जब हम लोग ये बात को सीखेंगे, पिछला 2 दिन में हम लोग ने सीखा हुआ बात को पूरा अपने मनों में लेके आकर जो है इस बात को हम लोग को मनन करना है. നോക്കിയേ, ഇന്ന് നമ്മുടെ സഭകളില്ലാത്ത ഉപദേശങ്ങളാണ് മാനസാന്തരം, ഇടുക്കുവാതിൽ, ക്രിസ്തുവിനനുസരിച്ചുള്ള ജീവിതം, ദൈവരാജ്യത്തിന്റെ ആ ഒരു കോർ പ്രിൻസിപ്പിളിൽ, ആ തത്വത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള മെസ്സേജുകൾ പൊതുവെ റഹോബോത്തേജി അല്ല, വളരെ കർത്താവിന് ഞാൻ ആ സഭയോർത്ത് സ്തോത്രം ചെയ്യുന്നു, പല സഭകളിലും ഈ സത്യങ്ങൾ പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ആൾക്കാർ അന്ധതയിലാണ്. നമുക്കൊരു മടങ്ങിവരവ്, ബാക്ക് ടു ദ ബൈബിൾ നാം വന്നേ മതിയാകൂ. बहुत सारी कलीसिया में जो है तौबा का मैसेज ही नहीं होता है. अगर हम लोग जनरली देखेंगे तो मन फिराहट का एक मैसेज नहीं होता है. एक मन फिराते हुए लोग आता हुआ बात हम लोग नहीं देखते हैं. तो मेरे भाई और बहनों, ये अंतिम दिन में मन फिराने का नहीं तो परमेश्वर के पास पूरे दिल से, पूरे मन से मुड़कर आने का अनुभव मेरे और आप लोग के जीवन में होने दो. നോക്കിയേ, ഇതൊരു ഇടുക്കുവാതിലാണ്, കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ അവിടേക്ക് ഇപ്പോൾ പോകുന്നില്ല, അവിടെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. 13:24 ഇടുക്കുവാതിലുൾ കൂടി കയറുവാൻ പോരാടുവിൻ, അനേകർ ശ്രമിക്കും, കയറുവാൻ ശ്രമിക്കും, പക്ഷെ അവർക്ക് കഴിയത്തില്ല. ഇതിലൊരു ഫൈറ്റ് ഉണ്ട്, ഇതൊരു ഈസി മട്ടിലല്ല. ടോസർ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ലൈഫ് ഇസ് നോട്ട് എ പ്ലേ ഗ്രൗണ്ട്, ഇറ്റ്സ് എ ബാറ്റിൽ ഗ്രൗണ്ട്. ഒരു പോരാട്ടത്തിൽ കൂടി വേണം അകത്ത് കയറി ഈ ജീവിതത്തിന് നമ്മൾ സമർപ്പിക്കാൻ. देखिए ये तंग दरवाजे से हम लोग को प्रवेश करना है तो एक स्ट्रगल है. ये स्ट्रगल के साथ ही जो है मुझे और आप लोगों को आगे बढ़ना है. किसी ने ऐसा कहा कि मसीह जिंदगी जो है एक खेलने वाला स्थान नहीं, एक प्लेग्राउंड नहीं है, बल्कि एक युद्ध भूमि है, एक युद्ध जगह है जहां पर आपको बैटल करने की जरूरत है. स्ट्रगल है इसमें प्रवेश करना और इसमें चलने की अवस्था. 6-ാം അധ്യായത്തിലേക്ക് അതിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ ഒരു ശിഷ്യന്റെ ഭക്തി നാം നോക്കുമ്പോൾ, ഈ ഭക്തി എന്ന വിഷയം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഭക്തിയെക്കുറിച്ച് പലതും ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥ ഭക്തിയിലേക്ക് വരണമെങ്കിൽ ഭക്തിയുടെ മുൻപുള്ള ആശയങ്ങളെ ഡിലീറ്റ് ചെയ്ത് മനസ്സ് മാറി ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഭക്തിയിലേക്ക് നാം വന്നാലേ ഇടുക്കമുള്ള വഴിയിൽ കൂടി നമുക്ക് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. देखिए मत्ती का सुसमाचार 6वां अध्याय 1 से लेके 18, मत्ती 6 का 1 से लेके 18 में जो है एक चेले का, एक शागिर्द का भक्ति के बारे में है, उसके स्पिरिचुअल लाइफ के बारे में है. 6 का 1 से लेके 18 सच में भक्ति क्या है, सच में गॉडलीनेस क्या है, कर कर यहाँ से हम लोग वचन से हम लोग मनन करेंगे. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയാം. വീതിയുള്ള വിശാല വാതിലിൽ കൂടി പോകുന്നവൻ പ്രാർത്ഥിക്കാത്തവനല്ല, ഉപവസിക്കാത്തവനല്ല, കൊടുക്കാത്തവനല്ല. വിശാല വാതിലിൽ കൂടി പോകുന്നവനും പ്രാർത്ഥിക്കുന്നവനാണ്, ഉപവസിക്കുന്നവനാണ്, കൊടുക്കുന്നവനാണ്. അവനും ഭക്തിയുണ്ട്. പക്ഷേ ആ ഭക്തിയല്ല ഒരു യഥാർത്ഥ ശിഷ്യന്റെ ഭക്തി. मेरे भाई और बहनों, आप लोग कभी भी ऐसा नहीं समझना कि चौड़ा रास्ते में चलने वाले जो है वो लोग दुआ नहीं करने वाले लोग हैं, रोजा नहीं रखने वाले लोग हैं, या खुदा उनको नहीं देने वाले लोग हैं चौड़ा रास्ते में चलने वाले. नहीं नहीं, ऐसा नहीं है. वो लोग दुआ करने वाले लोग भी हैं, वो लोग रोजा रखते भी हैं, वो लोग दान भी देते हैं, लेकिन उनका देना और करना में बहुत फर्क है कर हम लोग देख सकते हैं. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മുടെ ചർച്ചിൽ നമ്മൾ കൃത്യമായ ദശാംശം കൊടുക്കുന്ന ആളാണെങ്കിൽ കൊടുക്കണം, കൃത്യമായി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും പാസ്റ്റർ എന്ത് പറഞ്ഞാലും ഞാൻ ഡബിൾ ഡ്യൂട്ടി ചെയ്താണെങ്കിലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും, ഞാൻ ഉപവസിക്കും. കാരണം ഞാൻ അത് തെറ്റിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാകാം, ഉപവസിക്കുന്ന ആളാകാം, ദശാംശം കൊടുക്കുന്ന ആളായിരിക്കും, നല്ല കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരരുത് ആ പ്രാർത്ഥിക്കാത്ത ആളില്ലേ, സഭയിൽ എത്ര പറഞ്ഞാലും പ്രാർത്ഥിക്കത്തില്ല,
ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുങ്ങി നടന്ന അവസാന ദിവസം വരുന്ന ആള്, അല്ലെങ്കിൽ സഭയിൽ കൃത്യമായി ദശാംശം കൊടുക്കാത്തയാള്, ശരിയാ പാസ്റ്ററെ, ആ പുള്ളിയാണ് വിശാലവാതില്. അല്ല, അല്ല. ഇവിടെ കർത്താവ് പറയുന്നത് കൃത്യമായി ഉപവസിക്കുന്ന, കൃത്യമായി പ്രാർത്ഥിക്കുന്ന, കൃത്യമായി പണം കൊടുക്കുന്ന വ്യക്തി പോലും വിശാല വഴിയിലായിരിക്കും. ഇത് തിരിച്ചറിയാൻ പാടാ. കാരണം എന്താ? സ്വയവഞ്ചന. നമുക്ക് തോന്നുകയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ റൈറ്റ് ട്രാക്കിലാണ്. എന്തൊരു അപകടമാണ്. देखिए, हम लोग हमारे चर्च में कुछ लोग टाइथ देने वाले लोग नहीं होंगे, या कुछ लोग जो है मीटिंग में प्रॉपर नहीं आने वाले होंगे, तो हम लोग सोचते होंगे कि ये लोग हैं जो चौड़ा रास्ते में चलते हैं। लेकिन हम तो ऐसा नहीं है। हम तो प्रॉपर मीटिंग में आते हैं, हम तो परमेश्वर को देते हैं, हम तो सब कुछ करते हैं, तो हम लोग शुक्ला रास्ते में। ऐसा नहीं समझना मेरे भाई और बहनों। चौड़ा रास्ते में चलने वाला भी दुआ करता है, चौड़ा रास्ते में चलने वाला भी रोजा रखता है, चौड़ा रास्ते में चलने वाला भी खुदावन को देता है। तो हमारा देना या लेना इस वजह से नहीं हम लोग शुक्ला रास्ते में हैं, या दूसरे ने नहीं दिया इसके लिए वो लोग चौड़ा रास्ते में। ऐसा नहीं, हम लोग कभी भी अपने आप को ऐसा धोखा नहीं देना है। നോക്കി 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കി. അവിടെ എത്ര ക്ലിയർ ആയിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 6-ാം അധ്യായം 1 മുതൽ 4 വരെ ശിഷ്യന്റെ ഗിവിങ്, കൊടുപ്പ്. 5 മുതൽ 15 വരെ ശിഷ്യന്റെ പ്രാർത്ഥന. 16 മുതൽ 18 വരെ ശിഷ്യന്റെ ഉപവാസം. ഗിവിങ്, പ്രേയിങ്, ഫാസ്റ്റിംഗ്. 3 കാര്യങ്ങളാ ശിഷ്യന്റെ ഭക്തിയിൽ. देखिए, एक शागिर्द का भक्ति को हम लोग 6वां अध्याय को जरा डिवाइड करके पढ़ेंगे तो 6 का 1 से लेके 4 तक जो है गैरत को देना, गैरत को देना, नहीं तो दान देना। 6 का 1 से लेके 4 तक। फिर उसके बाद 6 का 5 से लेके 15 तक जो है एक शागिर्द का दुआ के बारे में है। फिर उसके बाद 16 से लेके 18 तक जो है रोजा के बारे में, नहीं तो उपवास के बारे में। ഈ 3 നോക്കിയേ. ഇവിടെ വിശാലവാതിലുള്ള കൂട്ടരെ കാണിക്കുന്നുണ്ട്. 6-ന്റെ 2-ൽ കപടി ഭക്തിക്കാരെ പോലെ അല്ല കൊടുക്കേണ്ടത്. 6-ന്റെ 5-ൽ വരുമ്പോൾ കപട ഭക്തിക്കാരെ പോലല്ല പ്രാർത്ഥിക്കേണ്ടത്. 6-ന്റെ 15-ൽ വരുമ്പോൾ കപട ഭക്തിക്കാരെ പോലല്ല ഉപവസിക്കേണ്ടത്. കപട ഭക്തിക്കാരനും ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. देखिए, 6 का 2 में देखे चौड़ा रास्ते में चलने वाले का गैरत देखे, चौड़ा रास्ते में चलने वाले का दान देना देखे। 6 का 2 में क्या लिखा है? बस तुम गैरत दे तो अपने आगे नरसिंगा ना बजाओ उस रियाकार लोगों के जैसा। 6 का 5 देखे, जब भी आप दुआ करो रियाकारों के जैसा दुआ मत करो। 6 का 16 में देखते हैं कि जब तुम रोजा रखो तो रियाकारों के जैसा रोजा नहीं रखो। मतलब നോക്കിയേ, चौड़ा रास्ते में चलने वाला दुआ करता है, गैरत भी देता है, रोजा भी रखता है। കപട ഭക്തിക്കാരൻ, കള്ള ശിഷ്യൻ, കള്ളൻ, ഫ്രോഡ് ഡിസൈപ്പിൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവൻ ചെയ്യാത്തതല്ല പ്രശ്നം, അവൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശമാണ് പ്രശ്നം. देखिए, फ्रॉड डिसाइपल या झूठा शागिर्द देता है, वो दुआ करता है, रोजा भी रखता है, ये सब नहीं करता। मैं नहीं बोल रहा हूं ये सब करता है, लेकिन ये जो करने का पीछे का मोटिव क्या है, उसका उद्देश्य क्या है, उसका मकसद क्या है, ये जानना बहुत जरूरी है। അപ്പോൾ ഇടുക്കമുള്ള വാതിൽ, അല്ലെങ്കിൽ ഈ ഞെരുക്കമുള്ള വഴി എന്ന് പറയുന്നത് ഭക്തിയുടെ അതിപ്രസരമോ ഭക്തിയുടെ ആ പ്രദർശനമോ അല്ല. ഭക്തിയുടെ പിന്നിലുള്ള ഗൂഢ മനസ്സിലെ മോട്ടീവ്, ഉദ്ദേശമാണ് ഈ ഇടുക്കമുള്ള വഴിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. देखिए, आप लोग, मैं और आप लोग ऐसा अपने आप को धोखा नहीं देना चाहिए कि मैं बहुत दुआ करती हूँ या दुआ करता हूँ, मैं बहुत प्रभु के लिए देता हूँ या देती हूँ, मैं बहुत रोजा रखता हूँ। हमारा बहुत करने से नहीं हम लोग सुकड़ा रास्ते में आते हैं, बल्कि जो भी हम करते हैं उसका पीछे का मकसद क्या है, उसके पीछे का हमारा उद्देश्य क्या है, ये खुदावन देखता है। എന്നിട്ട് ഈ 3 കാര്യങ്ങൾ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന കാര്യം, കർത്താവ് പഠിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആദ്യം പറയുന്നത് എങ്ങനെ ചെയ്യരുത്, എങ്ങനെ കൊടുക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ ഉപവസിക്കരുത്. പിന്നെയാ പറയുന്നത് എങ്ങനെ കൊടുക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവസിക്കണം. यीशु का ये कहने का आप स्टाइल जरा देखें। सबसे पहला यीशु कहता है कि कैसा नहीं देना है, फिर कहता है कि कैसा देना है।
कैसा दुआ नहीं करना है, फिर कहते हैं कि कैसा दुआ करना है, फिर कहते हैं कि कैसा रोजा नहीं करना है, फिर हमको कहता है कि कैसा रोजा करना है। ऐसा स्टाइल में जो है ये 3 बातों को रखा गया है। ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ഞാൻ പറയാം, വെരി ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണമെങ്കിൽ, നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ലോകത്തിന്റെയും ലോകരാജ്യത്തിന്റെയും മൂല്യങ്ങളെ അൺലേൺ ചെയ്താൽ മാത്രമേ, അതിനെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഈ പുതിയ ഫോർമാറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ വർക്കാകത്തുള്ളൂ. मेरे भाई और बहनों, हमने जो सीखा हुआ, हमने जो हमारे दिलों में, मनों में, अपने जीवन में सीख कर रखा हुआ बातों को पूरी तरह निकाल कर ये पहाड़ी पैगाम का, यीशु के तालीम को हमारे जीवन में नए तौर से लेंगे तो ही मैं और आप लोग यीशु के शागिर्द होकर जी सकते हैं। हमने सीखा हुआ, हमारे बचपन से जो हमारे दिलों में, मनों में है, उसको निकाल कर फेंक देना है। Learning is easy. Unlearning is very difficult. There is no true learning without unlearning. देखिए, सीखना तो आसान है, लेकिन सीखा हुआ बात को निकाल कर फेंकना वो उतना आसान नहीं है। ഒരു ക്ലീൻ സ്ലേറ്റ് ആയി പണ്ട് പഠിച്ചത്, ചെറുപ്പത്തിൽ ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ ജനിച്ചു വളർന്നു, അല്ല പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്ന് ഞാൻ പഠിച്ച കുറെ ബാഗേജ് ഉണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് ദൈവരാജ്യത്തിന്റെ മൂല്യത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കാത്തിടത്തോളം കാലം ഈ ഭക്തി എന്നിൽ വെളിപ്പെടുത്തില്ല. ഈ ഭക്തിയിലേക്ക് ഞാൻ പ്രവേശിക്കണമെങ്കിൽ ഞാൻ പഠിച്ച ഭക്തി ഡിലീറ്റ് ചെയ്തിട്ട് യേശു പറയുന്ന ഭക്തിയിലേക്ക് എന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവ് വിളിക്കുക. देखिए, एक क्लीन स्लेट में ही केवल आप और मैं कुछ लिख सकते हैं। भरा हुआ स्लेट में मैं और आप लोग कुछ नहीं लिख सकते हैं। हमने बचपन से सीखा हुआ कुछ वैल्यू सिस्टम है, हमने बचपन से या समझा हुआ कुछ बातें हैं जो कलाम के विपरीत है, तो उसे क्लीन करने की जरूरत है। तब चलकर परमेश्वर उस खाली स्लेट में अपना वचन को और जिंदगी को लिखना शुरू करता है। ഇനി 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചന നൽകി ഞാൻ മുൻപോട്ട് പോവുകയാണ്. നമ്മൾ ഓരോ വാക്യം എടുക്കുന്നില്ല. കൊടുക്കുന്ന ശിക്ഷന്റെ ഗിവിങ്, അവിടെ എല്ലാം ഒരു പ്രയോഗമുണ്ട്. അവിടെ പറയുന്നത് കൊടുക്കുമ്പോൾ, വെൻ യു ഗിവ്, അതെന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന കാര്യമാ. ഇഫ് യു ഗിവ് അല്ല. ചിലർ പറയും പുതിയ നിയമത്തിൽ ഉപവസിക്കണം നിർബന്ധം വല്ലതും ഉണ്ടോ, ഉപവസിച്ചേ പറ്റത്തുള്ളൂ. കർത്താവ് പറയുന്നത് when you pray, if you pray, if you fast, പ്രാർത്ഥിച്ചാൽ ഉപവസിച്ചാൽ എന്നല്ല, പ്രാർത്ഥിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ it is expected of a disciple that he must give. देखिए, यहाँ पर एक हुक्म नहीं है, गैरत को देना एक हुक्म नहीं है। 6:2 में देखे, बस जब तुम गैरत करे, मतलब एक हुक्म नहीं है कि गैरत करना है, बल्कि हर एक चेलों से, हर एक शागिर्दों से खुदावंद एक्सपेक्ट करता है कि वो देने वाला होगा। यीशु मसीह ये नहीं कर, हुक्म नहीं दे रहा है कि तुम दुआ करो दिन में 1 या 2 या 3 बार, बल्कि जब तुम दुआ करो, हर एक शागिर्दों से खुदावंद एक्सपेक्ट करता है कि वो दुआ करेगा। तुम रोजा रखो कर कर हुक्म नहीं दे रहा है, बल्कि जब तुम रोजा रखो, मतलब हर एक शागिर्दों से खुदा एक्सपेक्ट कर रहा है कि वो रोजा रखेगा करके। അതൊന്ന് ശ്രദ്ധിക്കണം. അത് കൽപ്പനയായിട്ടല്ല പറയുന്നത്, ഞാൻ സമ്മതിച്ചു. അതേസമയം അതൊരു ഓപ്ഷണൽ, വേണമെങ്കിൽ കൊടുക്കാം എന്നല്ല. ഇഫ് യു ഗിവ്, ഇഫ് യു വോണ്ട് ടു ഗിവ്, കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കാം എന്നല്ല. വെൻ യു ഗിവ് എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യനാണെങ്കിൽ കൊടുത്തിരിക്കും. അതൊരു നിർബന്ധത്തിന്റെ പുറത്തല്ല, അത് ഒരു ഓപ്ഷൻ അല്ല. വേണേ കൊടുക്കാം, വേണേ കൊടുക്കാതിരിക്കാം എന്നല്ല. ഒരു ശിഷ്യനാണെങ്കിൽ, ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ കൊടുക്കും, അവൻ പ്രാർത്ഥിക്കും, അവൻ ഉപവസിക്കും. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ്, ഇറ്റ് ഈസ് നാച്ചുറൽ, ഇറ്റ് ഈസ് നോർമൽ, ഇറ്റ് ഈസ് ദ ഐഡിയൽ ഡിസൈപ്പിൾ that he will give, fast and pray. देखिए, एक कमांडमेंट नहीं है, ये एक ऑप्शनल भी नहीं है। मिसाल के तौर से कमांड, यीशु कमांड नहीं कर रहा है कि प्रभु के लिए या गैरत को दो। यीशु कमांड नहीं कर रहा है कि दुआ करो। यीशु ऑप्शनल भी नहीं कर रहा है कि अगर शायद तुम दुआ करो, शायद तुम दो, या शायद तुम रोजा रखो। अगर यीशु का शागिर्द है तो
शायद भी नहीं, हुक्म भी नहीं, बल्कि यीशु का शागिर्द वो लोग देंगे, यीशु के शागिर्द दुआ करेंगे, यीशु के शागिर्द रोजा रखेंगे। ഈ കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? അന്ന് കൊടുത്ത അന്നത്തെ ഭക്തിയുടെ ഏറ്റവും പീക്കിൽ നിന്ന ആ കപടഭക്തിക്കാർ അവർ കൊടുത്തത് പബ്ലിക്കിൽ ആളുകളെ അറിയിച്ചുകൊണ്ട് ഒരു പബ്ലിക് സ്പെക്ടക്കലായി കാഹളം ഊതിക്കൊണ്ട് കൊടുക്കുക. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ കൊടുപ്പെന്ന് പറയുന്നത് ദ ഡിസൈപ്പിൾ മസ്റ്റ് ബി നോട്ട് അറ്റ് ഓൾ കോൺഷ്യസ് അബൌട്ട് ഹിസ് ഗിവിംഗ്. അത് കൊടുക്കുന്നത് വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുതെന്ന് കർത്താവ് പറയുകയാണ്. लेकिन उस जमाने में जब लोग देते तो कैसा देते थे? नरसिंगा और बजवा फूंक कर जो है रियाकार वो दोनों लोगों को जो है गैरत को देते थे। लेकिन खुदावन का शागिर्द कैसा देना है? वहां पर 3रा वचन में लिखा है कि जब ये आप देते हैं तो दाहिना हाथ या बायां हाथ को पता नहीं होना चाहिए कि क्या किया है करके, मतलब वो कॉन्शियस ये नहीं होना चाहिए कि मैं कुछ कर रहा हूं या मैं कुछ दे रहा हूं, मैं दो लोगों को दिखाने के लिए रियाकारों के जैसा नहीं होना है। എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ് ഡിട്രിച്ച് ബോണോഫർ. ഡിട്രിച്ച് ബോണോഫറിന്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ചുള്ള ആ ഒരു തന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ താൻ പറയുന്നത് വലങ്കൈ കൊടുത്തത് ഇടങ്കൈ അറിയുകയില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൈ കൊടുത്താൽ ഈ കൈക്ക് അറിയാതിരിക്കാൻ ഒരു വകുപ്പും ഇല്ല. നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ താൻ ഇങ്ങനെയാ പറയുന്നത്, കൊടുക്കുന്ന ശിഷ്യൻ, ഭക്തിയിൽ പ്രാർത്ഥിക്കുന്ന ശിഷ്യൻ, ഉപവസിക്കുന്ന ശിഷ്യൻ, ഹീസ് നോട്ട് ഫോക്കസ്ഡ് ഓൺ ഹിസ് പയറ്റി, ഹീസ് ഫോക്കസ്ഡ് on his master Jesus. He is not at all focused on what he is doing. He is looking on the face of Jesus. So he is least concerned or conscious about his piety. देखिए यहाँ पर लिखा है कि 3रा वचन में 6:3 में कि बल्कि जब तुम गैरत करे तो जो तुम्हारा दाहिना हाथ करता है वो बायां हाथ ना जाने। ये कैसा हो सकता है? एक प्रभु के दास ने इस वचन को लेकर इस तरह कहा है कि एक खुदावन का शागिर्द जब भी वो देता है तो उसकी आंखें, उसका फोकस उसके हाथों में नहीं होता है, उसका आंखें, उसकी फोकस खुदावंद यीशु पर होता है। वो क्या कर रहा है वो नहीं है उसका फोकस, बल्कि उसका फोकस उसके मास्टर पर है, उसके खुदावन पर है। സോ ഇവിടെ കൊടുക്കുന്നതിന്റെ ഡിസിപ്ലിൻ, കൊടുക്കുന്ന ഭക്തി എന്ന് പറയുന്നത് കൊടുക്കുന്നതും വ്യക്തിക്കല്ല, ദരിദ്രന് കൊടുക്കുമ്പോൾ, ആവശ്യക്കാരന് കൊടുക്കുമ്പോൾ, ദൈവരാജ്യത്തിന് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞതുപോലെ ഇങ്ങനെ താഴോട്ട് കൊടുക്കുകയല്ല, കർത്താവിന് ഇങ്ങനെ മേലോട്ട് കൊടുക്കുകയാ. ഇന്ന് താഴോട്ട് ആവശ്യക്കാരനെ അങ്ങ് സഹതപിച്ചു കൊടുക്കുകയല്ല, ദൈവത്തിന് സന്തോഷത്തോട് കൊടുക്കുമ്പോൾ ഭക്തിയുടെ ഉള്ളിന്റെ അടിത്തട്ടിൽ നിന്ന് യേശുവിനോടുള്ള സ്നേഹം നിമിത്തം പൊന്തി വരുന്ന ഒരു കൊടുപ്പാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തന്റെ കൊടുപ്പ്. देखिए गैरत देने के वक्त हाथ ऐसा रहता है, नीचे की ओर नहीं जाता है गैरत देने के वक्त, बल्कि ये हाथ जो है ऊपर की ओर देता है। मतलब ये जो मैं जो दे रहा हूं इस व्यक्ति के नीड को खाली देकर नहीं, बल्कि खुदावन मैं तुझे, तूने जो दिया है उसको मैं वापस तुझे दे रहा हूं, तूने जो मेरे सामने दिया वह व्यक्तियों को दे रहा हूं। मतलब उसका फोकस उसके खुदावन पर होगा। അടുത്തത് പ്രാർത്ഥന. അതും അധികം ഞാൻ പറയുന്നില്ല. ഇത് ശിഷ്യന്റെ ഇടുക്കമുള്ള വഴിയിൽ കൂടി പോകുന്നവന്റെ പ്രാർത്ഥന. ഒന്ന് ശ്രദ്ധിച്ചാലും. देखिए अगला जो है दुआ है। ये सुकड़ा रास्ते में चलने वालों का दुआ जरा देखिए। അതിലും ആദ്യം പറയുന്നത് കപടഭക്തിക്കാരനെ പോലാകരുത്. അതേസമയം ജാതികൻ, വെറും ജൽപ്പനം ചെയ്യുന്ന ജാതികനെ പോലെ ആകരുത്. ഇവരെ പോലല്ല നിന്റെ പ്രാർത്ഥന, നിന്റെ പ്രാർത്ഥന ഇസ് ഡിഫറെന്റ് എന്ന് കർത്താവ് പറയുകയാണ്. देखिए यीशु कहता है कि 6:5 में उन रियाकारों के जैसा नहीं बनो जो दुआ करने के लिए पसंद करता है, उनके जैसा नहीं बनना। फिर अगला लिखा है कि उन गैर कौमों के लोगों के जैसा नहीं बनना जो बहुत सारे वर्ड्स को रिपीट करते हैं, ऐसा नहीं बनना। तुम्हारा दुआ इन सारे लोगों से अलग होना है कर यीशु कहता है। പ്രാർത്ഥന മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുക. പക്ഷെ ഇവിടെ പറയുന്ന റോങ് പ്രയർ എന്ന് പറയുന്നത്
പരീശൻ മറ്റൊരു ഭാഗത്ത് തന്നോട് തന്നെ പ്രാർത്ഥിച്ചു. മറ്റുള്ളവരോടും തന്നോട് തന്നെ വാക്കുകളിൽ കൂടി പ്രാർത്ഥിക്കാൻ അവന് ഇഷ്ടമാ. ഹി ലവ്സ് ടു പ്രേ ബിക്കോസ് ഇറ്റ്സ് നോട്ട് പ്രേയിങ് ടു ഗോഡ്. ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്, തന്നോട് തന്നെയും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മനുഷ്യരെ ഇംപ്രസ് ചെയ്യാനാ പ്രാർത്ഥിക്കുന്നത്. ചിലരുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ ആദ്യത്തെ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല, ആദ്യത്തെ ഒരു 3-4 ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ബൈബിളിലെ പല കാര്യങ്ങളും താൻ മാത്രം അമർത്യതയിൽ വസിക്കുന്നതും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ പാർക്കുന്ന നിത്യനും അമർത്യനും ശക്തനുമായ ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്തോ ഓർക്കുന്നത് ഇപ്പൊ സ്വർഗം ഇറങ്ങി ഇങ്ങോട്ട് വരികയാ. കർത്താവ് പറയുന്നത് പ്രാർത്ഥന നോട്ട് ടു ഇംപ്രസ് പീപ്പിൾ. ചിലർക്ക് വാക്യമെല്ലാം കോട്ട് ചെയ്തിട്ട് പറയും, കർത്താവെ നിനക്ക് ഇത് അറിയാമല്ലോ. കർത്താവിന് ബൈബിൾ ക്ലാസ് എടുക്കുക. ചിലർ കർത്താവിനെ വഴക്ക് പറയാ പ്രാർത്ഥിക്കുമ്പോൾ. ഇതൊന്നുമല്ല പ്രാർത്ഥന. देखिए, जब भी दुआ करने के वक्त जो है हम लोगों को दिखाते हैं कि हम लोगों को कितना कलाम आते हैं, हम लोगों को इम्प्रेस करने के लिए दुआ करते हैं। फरीसी लोगों का दुआ इसी था। एक जगह पर ऐसा लिखा है कि फरीसी खड़ा होकर खुद अपने लिए दुआ किया, दूसरों को दिखाने के लिए दुआ किया। हमारा दुआ दूसरों को दिखाने के लिए या खुद को कुछ करने के लिए नहीं होना चाहिए, खुदावन को सिखाने वाले भी नहीं बनना चाहिए। हम लोग कोई पवित्र है करके दिखाने के लिए भी नहीं होना चाहिए हमारी दुआ। നോക്കിയേ, ഈ പരീക്ഷന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഇവരുടെ പ്രാർത്ഥനാ സമയമുണ്ട്. ഇവരെ പ്രാർത്ഥനാ സമയമാകുമ്പോൾ അപ്പൊ അവർക്ക് ചന്തയിൽ പോകണം, അപ്പൊ അവർക്ക് ഷോപ്പിംഗ് ചെയ്യണം. കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥനാ സമയമാകുമ്പോൾ വഴി നടുവിൽ ആ വീതിയിൽ നിന്നുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ പ്രാർത്ഥിക്കാൻ. എന്താ വെച്ചാൽ ഇപ്പൊ 4 മണിക്ക് ചന്തയ്ക്ക് പോകുന്നേ, പ്രത്യേകിച്ചൊന്നുമില്ല, പ്രാർത്ഥനാ സമയമായി, എല്ലാവരും കാണട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അതൊക്കെ നമുക്ക് വഴിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ മുട്ടുകുത്തുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് പരീക്ഷന്റെ പ്രാർത്ഥന. ആൾക്കാരെ കാണിക്കാൻ പ്രാർത്ഥിക്കുക. പബ്ലിക് പ്രേയറിനെ കർത്താവ് ഇവിടെ നിരുത്സാഹപ്പെടുത്തുകയല്ല. ഇത് മോട്ടീവ് ബിഹൈൻഡ് ദ പ്രെയർ ആണ് ഇവിടുത്തെ വിഷയം. देखिए, एक फरीसी 4 बजे को मार्केट में जाता है, उसका दुआ का टाइम होता है, लेकिन वो मार्केट में जाता है। क्यों मार्केट में जाता है? क्योंकि ऑन द वे लोगों के सामने वो दुआ करने के लिए शुरू होता है। तो इससे पूछो कि आप ये 4 बजे क्यों मार्केट में जा रहा है? कोई काम नहीं है मार्केट में, बस वहां पर आने वाले लोगों को दिखाने के लिए कि मैं दुआ करता हूं। मैं बताने की जरूरत नहीं है, हमारे सामने इर्द गिर्द में बहुत सारे ऐसे मजहब के लोग भी हैं जो रास्ते में ही घुटने टेकते हैं, सबके सामने घुटने टेकते हैं, ये बताने के लिए कि वो लोग दुआ करने वाले हैं करके। നോക്കിയേ, ഇവിടെ 2 പ്രാർത്ഥനയുണ്ട്. 2 തരം പ്രാർത്ഥനയുണ്ട്. ഈ 2 തരം പ്രാർത്ഥനയ്ക്ക് 2 തരം ഓഡിയൻസ് ഉണ്ട്. यहाँ पर 2 तरीके की प्रार्थना है और 2 तरीके की ऑडियंस है कर हम लोग देख सकते हैं। और 2 തരം പ്രതിഫലം കൂടെ ഉണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്. और ये प्रार्थना को 2 तरीके का रिवॉर्ड्स भी है कर हम लोग देख सकते हैं। ഈ വിശാല വഴിയുടെ കപടഭക്തിക്കാരന്റെ പ്രാർത്ഥനയുടെ ഓഡിയൻസ് ആരാ? അത് അവനോടുള്ള പ്രാർത്ഥന തന്നെ, അവന്റെ സ്വയത്തിന്റെ പ്രാർത്ഥന. അത് മനുഷ്യരാണ് ഓഡിയൻസ്. ഒരു ഭക്തൻ, ഒരു ശിഷ്യന്റെ പ്രാർത്ഥനയുടെ ഓഡിയൻസ് ആരാ? ത്രിയേക ദൈവം, പിതാവായ ദൈവമാണ് അവന്റെ പ്രാർത്ഥനയുടെ ഓഡിയൻസ്. रियाकारों का प्रार्थना का ऑडियंस कौन है? कौन सुन रहा है? उसके इर्द गिर्द के लोग सुन रहे हैं, वो खुद सुन रहा है। लेकिन एक शागिर्द का प्रार्थना को कौन सुन रहा है मालूम है? त्रिएक खुदा, बाप बेटा रूल कुदुस जो है उसकी प्रार्थना को सुनता है। ഈ കപടഭക്തിക്കാരന്റെ പ്രാർത്ഥനയില്ലേ, അതിന്റെ പ്രതിഫലം, അതിന്റെ മറുപടി അപ്പൊ തന്നെ കിട്ടി. ആൾക്കാർ ഇംപ്രസ് ആകുമ്പോൾ 4 പേരത് കണ്ട് ഇവനൊരു ഭക്തനാണെന്ന് പറയുമ്പോഴേ പ്രാർത്ഥനയുടെ ഉത്തരം അവിടെ വെളിപ്പെട്ടു. ഇൻസ്റ്റന്റ് ആൻസർ ടു പ്രെയർ. देखिए, रियाकार जब भी दुआ करता है तो वो लोगों के सामने जब भी वो इम्प्रेस करने के लिए दुआ करते हैं तो लोग कहता है कि अरे वाह, ये तो बहुत ही बड़ा रूहानी व्यक्ति है कर उसका जवाब उसको मिल गया, उसका रिवार्ड उसको मिल गया, उसका गिफ्ट उसको मिल गया। ശിഷ്യന്റെ പ്രാർത്ഥനയുടെ ഓഡിയൻസ് ദൈവമായതുകൊണ്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവ് തക്ക സമയത്ത്, അവിടുത്തെ സമയത്ത്, ആ ദിവസത്തിൽ പ്രതിഫലം നൽകും. लेकिन एक शागिर्द का ऑडियंस लोग नहीं है, शागिर्द का ऑडियंस बाप है, शागिर्द का ऑडियंस त्रिएक खुदावंद है। इसके लिए उसका रिवॉर्ड शायद आज नहीं मिलेगा, लेकिन जब जलाल में आएगा खुदावंद, उसका रिवॉर्ड को देने वाला खुदावंद है हमारा खुदावंद। എന്നിട്ട് എവണ്ണം പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് അതിന്റെ ഒരു മോഡലാണ് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ.
कैसा दुआ करना है उसका एक मॉडल है 9 से लेके 13वां वचन में हम लोग देखते हैं। അവിടെ 6 റിക്വസ്റ്റുകളുണ്ട്, 6 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ 3 പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തെ ചൊല്ലുന്ന വിഷയങ്ങളാണ്. അവസാനത്തെ 3 നമ്മുടെ വിഷയങ്ങൾ. 6 रिक्वेस्ट है वहां पर, जिसमें 3 रिक्वेस्ट जो है खुदावन की तरफ है और 3 रिक्वेस्ट जो है हमारी तरफ है कर हम लोग देख सकते हैं। നോക്കിയേ, ഈ ആദ്യത്തെ 3 റിക്വസ്റ്റ്, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, അവിടുത്തെ രാജ്യം, അവിടുത്തെ ഇഷ്ടം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹിം. ദ പ്രേയർ ഇസ് ഓൾ അബൌട്ട് ദ ഫാദർ. देखिए 3 रिक्वेस्ट जो कि तेरा नाम पाक माना जाए, तेरी बादशाही और तेरी मर्जी, मतलब ये तीनों पिता ने तो परमेश्वर की तरफ है। നോക്കിയേ, എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കണേ. അവിടെ പറയുന്നത് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ആർ ഫാദർ, നോട്ട് മൈ ഫാദർ, ആർ ഫാദർ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ കോർപ്പറേറ്റ് പ്രേയർ. ഇത് ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ये प्रार्थना जो है सिंगल इंडिविजुअल व्यक्ति प्रार्थना करने का नहीं है, बल्कि यीशु ने क्या सिखाया है, हमारे बाप करके सिखाया। मतलब एक कॉर्पोरेट प्रेयर है, कलीसियाई तौर में दुआ करने की बात है। ഇത് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന തെറ്റുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കണ്ടേക്കാം. ലിറ്റർജിക്കൽ ചർച്ചസിൽ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു, പക്ഷെ അർത്ഥം അറിയാതെ പിതാവേ ഇഷ്ടം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കഥയില്ല. ഇതിന്റെ ഓരോ വാക്കിന്റെയും അർത്ഥം ഗ്രഹിക്കുവാണെങ്കിൽ ഇതിനെ പോലെ അർത്ഥഗർഭമായ വേറൊരു പ്രാർത്ഥനയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. देखिए लिटर्जिकल चर्च में जो है ये प्रार्थना को ऐसे ही मीटिंग के बाद बोलते हैं, उसमें गलत है या सही नहीं वो मैं नहीं बोल रहा हूं, लेकिन उसके मतलब को बिना जाने दुआ करेंगे तो कोई फायदा नहीं है। लेकिन इसके मतलब को जानकर जब दुआ करते हैं तो इसके जैसा दुआ दुनिया में नहीं है। ഈ പ്രാർത്ഥന എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. दूसरी बात, ये दुआ सारे लोग दुआ नहीं कर सकते हैं। ആർക്കാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? ये दुआ कौन कर सकता है? യേശു കർത്താവിൽ കൂടി ദൈവവുമായിട്ട് ഒരു ബന്ധത്തിൽ വന്ന് ദൈവ പൈതലായി തീർന്നവർക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. खुदावंत के पास आकर खुदावंत का फर्जंद हो गया हुआ, परमेश्वर का बेटा बेटी हो गए हुए लोग ही ये दुआ कर सकते हैं। മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ ഉള്ളിൽ അത് അരക്കിട്ടുറപ്പിക്കണം. ഈ യേശു കർത്താവിന്റെ ദൈവരാജ്യ സ്വർഗരാജ്യ ആഹ്വാനം കേട്ട് അവിടുത്തെ വചനത്തോട് പ്രതികരിക്കുമാർ ഒരു ക്രിയ എന്നിൽ നടന്നു, ഒരു ആത്മപ്രവൃത്തി നടന്നു. വചനം എന്ന കെടാത്ത ബീജം എൻ്റെ ഉള്ളിലിട്ടപ്പോൾ അത് വിശ്വാസമായി മാനസാന്തരമായി എൻ്റെ ഉള്ളിൽ പരിണമിക്കുമ്പോഴാണ് ഞാൻ കർത്താവിനെ കൈക്കൊള്ളുന്നത്. അതാ യോഹന്നാൻ പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ആ അധികാരത്തിൽ വന്നവർക്കേ സ്വർഗസ്ഥനായ പിതാവേ എന്ന് നാക്കിൽ അധരത്തിൽ ആ വാക്കുകൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുവാൻ യോഗ്യതയുള്ളു. ए मेरे बाप करके कौन बुला सकते हैं? यूहन्ना 1 का 10, 11, 12, 13 में हम लोग पढ़ते हैं कि जितनों ने उससे कबूल किया खुदावंद ने उन्हें खुदावंद का फर्जंद बनने का हक बख्शा। मतलब खुदावंद का फर्जंद हो गए वे लोग ही केवल खुदावंद को है हमारे बाप करके बुला सकते हैं। ഈ 3 ദിവസത്തെ ക്ലാസിന്റെ ആകത്തുക ഒരിക്കൽ കൂടി ഞാൻ സമർത്ഥിച്ച് മുന്നോട്ട് പോകാം. ഇടുക്കുവാതിലിൽ കൂടി പ്രവേശിച്ച വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആരുടെയും പിതാവായിട്ട് ദൈവം നിലനിൽക്കുന്നില്ല. देखिए सुकड़ा रास्ते में चलने वाला, उस तंग दरवाजे से गुजरने वाला ही केवल परमेश्वर को बाप करके बुला सकता है। दूसरा कोई भी परमेश्वर को बाप करके नहीं तो पिता करके नहीं बुला सकता है। ഈ പ്രാർത്ഥനയുടെ അവസാനത്തെ 3 റിക്വസ്റ്റ്, അതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം പറഞ്ഞ് മുൻപോട്ട് പോകാം. അവിടെ ഞാൻ കാണുന്നത് ദ ട്രയൂൻ ഗോഡിനെയാണ് ഈ അവസാനത്തെ 3 റിക്വസ്റ്റിൽ ഞാൻ കാണുന്നത്. देखिए अगला 3 रिक्वेस्ट को दे रहा, देखिए ये 3 रिक्वेस्ट में बाप बेटा रूल कुदुस को नहीं तो त्रिएक खुदावन को मैं देखता हूं। നോക്കിയേ, 3 വാക്കുകൾ ഇംഗ്ലീഷിൽ പറയാം: പ്രൊവിഡൻസ്, പാർഡൻ, പ്രൊട്ടക്ഷൻ. 4ാമത്തെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവേ കരുതൽ, അന്നന്നത്തേക്കുള്ള അപ്പം പിതാവേ പ്രൊവൈഡ് എന്നാണ് ആദ്യം പറയുന്നത് 4ാമത്തെ റിക്വസ്റ്റ്. देखिए चौथा रिक्वेस्ट क्या है? रोज की रोटी आज हमें दे, प्रोवाइड कर करके प्रार्थना कर रहा है। അത് പിതാവിനോടാ പ്രാർത്ഥിക്കുന്നത്. പിതാവാണ് പ്രൊവൈഡർ. ദ പ്രൊവിഡൻസ് കംസ് ഫ്രം ഗോഡ് ദ ഫാദർ.
और ये प्रोवाइड करने वाला, ये सोर्स कौन है? पिता है जो हमें ये देता है। അഞ്ചാമത്തെ റിക്വസ്റ്റ് എന്താ പറയുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പാർഡൻ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്ഷമ എങ്ങനെയാ കിട്ടിയത്? പുത്രൻ തമ്പുരാന്റെ പരിശുദ്ധ രക്തം ചിന്തിയത് കൊണ്ടാണ് പാപക്ഷമ എനിക്ക് കിട്ടിയത്. പാർഡൻ ഇൻ ദ സാക്രിഫിഷ്യൽ ഡെത്ത് ഓഫ് ജീസസ്. അതാണ് അഞ്ചാമത്തെ റിക്വസ്റ്റിൽ ഞാൻ കാണുന്നത്. पांचवा रिक्वेस्ट में यीशु मसीह को हम लोग दिखते हैं। मतलब पांचवा रिक्वेस्ट क्या है कि जिस तरह हम अपने कर्जदारों को मुआफ करते हैं, उसी तरह हमारे कर्ज को भी मुआफ कर। मतलब हमारा कर्ज को किसने माफ किया? यीशु मसीह ने। यीशु मसीह ने हमारे कर्ज को माफ किया है, तो यीशु मसीह से कह रहे हैं कि हमारे कर्ज को भी माफ कर। ആറാമത് നാം കാണുന്ന അവസാനത്തെ റിക്വസ്റ്റ്, പരീക്ഷ എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു പ്രലോഭനം, ടെംപ്ടേഷൻ. ട്രയലും ടെംപ്ടേഷനും രണ്ടിനും മലയാളത്തിൽ പരീക്ഷ എന്ന വാക്കാ, പരാസമോസ് എന്ന വാക്കാണ്. പക്ഷെ ഇവിടെ പരീക്ഷ എന്ന് പറയുമ്പോൾ സാത്താന്റെ പ്രലോഭനത്തിൽ നിന്ന്, പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. ഡെലിവർ അസ് ഫ്രം ദ और चटवा में हम लोग देखते हैं कि और हमें आजमाइशों में ना ले जा, बल्कि बुराई से बचा। ये आजमाइश का मतलब क्या है? आजमाइश का मतलब टेम्पटेशंस। मतलब मुझे और आप लोगों को गिराने के लिए देखता हुआ टेम्पटेशंस में से बचाने के लिए यहाँ पर हम लोग देख सकते हैं होली स्पिरिट जो है मुझे और आप लोगों को ऐसे टेम्पटेशन से बचाते हैं कर हम लोग देखते हैं। അല്പം വൈദ്യുതിയുടെ പ്രശ്നമുണ്ട് എങ്കിലും എന്റെ ശബ്ദം വ്യക്തമാണെന്ന് ഞാൻ ചിന്തിക്കട്ടെ. വളരെ വേഗം ഈ സന്ദേശത്തിന്റെ അവസാനത്തിലേക്ക് ഞാൻ വരികയാണ്. നോക്കിയേ, പ്രാർത്ഥന, ഒരു ശിഷ്യന്റെ പ്രാർത്ഥനയാണ് ഈ യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ധ്യാനിക്കുവാൻ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമുക്ക് മുൻപോട്ട് പോകാം. एक शागिर्द का दुआ देके किस तरह होता है? सबसे पहला खुदावंद को वो जलाल देता है, अगला अपनी जरूरतों को भी बाप को, बेटे को, रूल कुदुस को देता है। सुकड़ा रास्ते में चलने वाले के दुआ भी डिफरेंट है कर हम लोग देख सकते हैं। നോക്കിയ പ്രാർത്ഥനയുടെ വാക്കുകൾ കർത്താവ് പറഞ്ഞിട്ട് എടുത്തു പറയുന്ന കാര്യം, ഞാൻ കടക്കാരോട്, എന്നെ ഒഫൻഡ് ചെയ്തവരോട്, എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കത്തില്ലെന്നാണ് തീർത്തു പറയുന്നത്. यीशु का कहने का मतलब क्या है? जब हम दूसरों को माफ नहीं करते हैं तो हमारे गुनाहों को भी खुदावंद माफ नहीं करते हैं। അടുത്തത് അവസാനം ഭക്തിയുടെ മൂന്നാമത്തെ ഘട്ടമാണ് ഉപവാസം, ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് ഇസ് എ റിയൽ necessary Christian discipline for every disciple. और अगला तीसरा भक्ति क्या है? फास्टिंग, जो हर एक चेलों को जो है लाजिम करने की जरूरत है। അത് അവിടെ നാം കാണുന്നത്, ഇവിടെയും പ്രാർത്ഥന പോലെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരെ കാണിക്കാൻ ഉപവസിക്കാം, അതിന് മനുഷ്യരിൽ നിന്ന് പ്രതിഫലം കിട്ടും. പക്ഷെ യഥാർത്ഥ ഉപവാസം ദൈവ മുൻപിൽ തെളിയുന്ന ആ ഉപവാസമാണ്. देखिए यहाँ पर भी रियाकारी लोग कैसा रोजा रखते हैं। वहां पर लिखा है कि अपने सूरत उदास बनाकर मुंह को बिगाड़ते हैं, लोगों को दिखाने के लिए वो लोग रोजा रखते हैं। ऐसा नहीं रोजा रखना चाहिए कर यीशु मसीह कह रहा है। ഇനി ഞാൻ മുൻപോട്ട് പോവുകയാണ്. അത് അല്പമായൊന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കും. 6-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ദി അംബിഷൻ ഓഫ് എ ഡിസൈപ്പിൾ, ഒരു ശിഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താ, ഇടുക്കുവാതിലിൽ കൂടി പോകുന്ന വ്യക്തിയുടെ ജീവിത ലക്ഷ്യം എന്താ, ഇത് പറഞ്ഞ് എന്റെ സന്ദേശത്തെ ഞാൻ ഇവിടെ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. 6:19 से लेके 34 तक, 6:19 से लेके 34 तक जो है, एक चेले का लक्ष्य क्या है, एक डिसाइपल का एम्बिशन क्या है, उसका मंजिल क्या है कर सुकड़ा रास्ते में चलने वाले का लक्ष्य क्या है, मंजिल क्या है कर 6:19 से लेके 34 तक जल्दी में बोलकर जो है आज मैं यहाँ पर सेशन बंद करता हूँ। ഈ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ 2 ഭാഗങ്ങളുണ്ട്. 24 വരെയുള്ള വാക്യങ്ങളിൽ
ശിഷ്യന്റെ ട്രഷർ, ശിഷ്യന്റെ നിക്ഷേപം സ്വർഗത്തിലാണ്. അതാണ് 19 മുതൽ 24 വരെ പറയുന്നത്. 19 से लेके 24 तक एक शागिर्द का दौलत कहां पर है कर कर वहां पर हम लोग देख सकते हैं. 6 का 19 से लेके 24 तक दौलत, वेल्थ. 25 മുതൽ 34 വരെ വിചാരപ്പെടരുത്, ഡു നോട്ട് ബി ആങ്ഷ്യസ് എന്ന് നാം കാണുന്നു. ശിഷ്യനെ വിചാരത്തിൽ നിന്ന് വിടുവിക്കുന്നത് തനിക്കായി കരുതുവാൻ ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. 25 से लेके 33 जो है एक चेले का फिकर के बारे में है. फिकर करने वाले चेले को चलाने वाला एक बाप, उसको उसकी जरूरतों को पूरा करने वाला बाप स्वर्ग में है कर कहता है. ശിഷ്യന്റെ ജീവിത ലക്ഷ്യം എന്തുവാ? ശിഷ്യന്റെ നോട്ടം എങ്ങോട്ടാ? ശിഷ്യൻ എന്തിനാണ് മനസ്സ് വിട്ടുകൊടുക്കുന്നത്? അത് കണ്ടാൽ അറിയാം അവൻ ട്രൂ ഡിസൈപ്പിൾ ആണോ ഫ്രോഡ് ആണോ, അവൻ ഇടുക്കമുള്ള വഴിയിലാണോ വിശാല വഴിയിലാണോ. അവന്റെ ജീവിത ലക്ഷ്യം കണ്ടാൽ അറിയാം അവൻ എങ്ങോട്ടാ പോന്നെ, നാശത്തിലേക്കാണോ ജീവനിലേക്കാണോ. एक चेले का लक्ष्य देखकर पता चलेगा, एक चेले का डेस्टिनी देखकर पता चलेगा, उसका लाइफ का एम्बिशन देख के पता चलता है कि वो सच्चा है या झूठा है, सुखड़ा रास्ते में है या चौड़ा रास्ते में है करके. 19 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ പറയുന്നത് 19 വാക്യം 1, ആ വാക്യം 1 വായിച്ചാൽ നമുക്കറിയാം. അവിടെ പറയുന്നത് ക്ലിയർ ആയിട്ട് പറയുന്നത്, ഡു നോട്ട് സ്റ്റോർ അപ്പ് ട്രഷേഴ്സ് ഫോർ യുവർ സെൽഫ് ഓൺ എർത്ത്. നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. കൽപ്പനയാണ്. 19 वचन जरा देखे, कमांड है, हुक्म है, अपने वास्ते जमीन पर माल जमा ना करो कर कर कमांड, हुक्म दे रहा है. നോക്കിയേ, ഇവിടെ നാം കാണുന്നത് ശിഷ്യന്റെ ആ ഒരു ലക്ഷ്യം, അവനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അവന്റെ മനസ്സ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്വർഗത്തിലായതുകൊണ്ട് ഈ ഭൂമിയിലല്ല അവന്റെ നിക്ഷേപം ഇരിക്കുന്നത്. देखिए उसका फोकस खुदावंत पर है, खुदावंत मसीह पर उसने अपना फोकस रखा है. इसके लिए उसने अपना माल को जो है इस धरती पर नहीं उसने रखा है. നോക്കിയേ, ആ ഭാഗം ഒന്ന് ഞാൻ പറഞ്ഞ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ താല്പര്യപ്പെടുകയാണ്. मैं जल्दी ये बात बोलकर बंद करता हूं. കർത്താവ് കൽപ്പിക്കുന്നത് ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് മൊത്തം ഇരിക്കുന്നത് വേറൊരു രാജ്യത്തിലാണ്, സ്വർഗരാജ്യത്തിലാണ്. അതുകൊണ്ട് സ്വർഗത്തിലാണ് അവന്റെ നിക്ഷേപം ഇരിക്കേണ്ടത്, ഭൂമിയിലല്ല. एक शागिर्द को अगर हम देखेंगे तो उसका पूरा मन जो है अपने देश में है. अब वो परदेसी होकर इस जगह पर जी रहा है, उसका अपना देश में उसका पूरा अपना मन लगाया हुआ है. इसके लिए उसका माल भी उसने अपने देश में रखा हुआ है. യേശു കർത്താവ് പണത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവിന്റെ പഠിപ്പിക്കൽ എടുത്താൽ ഒരു 15% ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് റൈറ്റ് യൂസ് ഓഫ് മണി. यीशु मसीह का टीचिंग मनी के बारे में बहुत कुछ बताया है. एक 15% जो है यीशु मसीह ने मनी के बारे में जो है प्रचार किया है. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, our attitude towards money determines whether our spirituality is true or false. मेरे और आप लोगों का पैसे के प्रति हमारा एटीट्यूड क्या है, इससे पता चलता है कि हमारा ईमान, नहीं तो हम सच में शागिर्द है या नहीं है करके. നോക്കിയേ, യേശു കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ബാങ്കിൽ ബാലൻസ് വെക്കരുതെന്നോ കുടുംബത്തിന് വേണ്ടി കരുതരുതെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണ്ടെന്നല്ല. യേശു കർത്താവ് പറയുന്നതിന്റെ അർത്ഥം, കർത്താവ് തന്ന കൃപയ്ക്ക് അനുസരിച്ച് അതൊക്കെ കർത്താവിന്റെ ആത്മാവ് നയിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്താട്ടെ, അത് എന്റെ ഇപ്പോഴത്തെ വിഷയമല്ല. കർത്താവ് പറയുന്നത്, ഒരു ശിഷ്യന്റെ ദർശനം എന്ന് പറയുന്നത് ഹിസ് വിഷൻ ഈസ് ഓൺ എ വേൾഡ് ടു കം, സോ ഹിസ് ട്രഷർ ഈസ് ഇൻ എ വേൾഡ് ടു കം. देखिए बैंक में पैसा डालो या नहीं डालो ये सब मैं नहीं कह रहा हूं. मेरा कहने का मतलब है कि एक शागिर्द का ट्रेशर, उसका माल जो है इस धरती में नहीं है, उसका माल जहां पर मसीह है, जहां पर खुदावंद है, वहां पर उसका माल को उसने रखा है कर हम लोग देखते हैं. അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിഷ്യന്റെ വിഷന് വേറെ ആണെന്ന് മാത്രമല്ല, കാരണം ശിഷ്യന്റെ മാസ്റ്റർ വേറെയാ. ശിഷ്യന്റെ മാസ്റ്റർ മാമോനല്ല, ശിഷ്യന്റെ മാസ്റ്റർ ദൈവമാണ്. क्योंकि क्यों उसने अपना माल को स्वर्ग में रखा है, क्योंकि उसका मास्टर जो है डिफरेंट है. उसका मास्टर मनी नहीं है,
उसका मास्टर प्रभु है, इसके लिए उसने अपना माल को स्वर्ग की ओर रखा है। കർത്താവ് പറയുന്നത് ദൈവത്തെയും പിശാചിനെയും സേവിക്കാൻ പറ്റത്തില്ലെന്നല്ല, കർത്താവ് പറയുന്നത് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് സാത്താനെ ആരും നേരിട്ട് സേവിക്കാൻ പോകുന്നില്ല. വെൻ വി കം അണ്ടർ ദ ഗ്രിപ്പ് ഓഫ് earthly treasure, we are serving the devil. देखिए मेरे भाई और बहनों, यहाँ पर यीशु ये नहीं कह रहा है कि खुदावंद और शैतान की आराधना नहीं कर सकते, ऐसा नहीं लिखा है, बल्कि क्या लिखा है कि खुदावंद और दौलत, खुदावंद और मामोन की सेवकाई आप नहीं कर सकते। जो कोई पैसे को प्यार करता है, पैसे की पूजा करता है, सच में उसके जीवन में खुदावंद नहीं है। ശിഷ്യന്റെ അംബിഷൻ എന്താ? ശിഷ്യൻ പണത്തിലല്ല മനസ്സ് വെച്ചിരിക്കുന്നത്, ശിഷ്യൻ ഭൂമിയിലുള്ള ട്രഷറിലല്ല മനസ്സ് വെച്ചിരിക്കുന്നത്, ശിഷ്യൻ മാമോനെ അല്ല സേവിക്കുന്നത്. അടുത്തത് പറയുന്നത് ശിഷ്യൻ എന്തു തിന്നും എന്തു കുടിക്കും എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിത ചിന്തകളാലല്ല ശിഷ്യൻ ഭാരപ്പെടുന്നത്. ശിഷ്യന്റെ അംബിഷൻ എന്താ? 6:33 ശിഷ്യന്റെ അംബിഷൻ. അവന്റെ അംബിഷൻ ഒന്നേ ഉള്ളു, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ രാജ്യം. देखिए चेले का एम्बिशन क्या है, उसका लक्ष्य क्या है? क्या खाएगा, क्या पिएगा, क्या पहनेगा, वो नहीं है। उसका एम्बिशन कैसा और माल कमाएगा, ये नहीं है। उसका एम्बिशन क्या है? 6:33 में 6:33 में लिखा है कि पहले उसकी बादशाही और उसकी राष्ट्रबाजी को खोजो। उसका लक्ष्य, उसका खोजना जो है परमेश्वर की बादशाही और उसकी राष्ट्रबाजी है। ഈ ദൈവരാജ്യത്തിന്റെ മൂല്യം, ഈ ദൈവരാജ്യത്തിന്റെ പ്രമാണം, ഈ ദൈവരാജ്യത്തിൽ വെളിപ്പെട്ട നീതി, കൃപയാൽ ദൈവം എന്നെ അംഗീകരിച്ചു, ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ദൈവരാജ്യത്തിലായി, ഞാൻ ഇടുക്കമുള്ള വഴിയിൽ കൂടി യാത്ര ചെയ്യുകയാണ്. എന്റെ അന്വേഷണം മുഴുവനും എനിക്ക് ആ നീതി, എനിക്ക് ആ രാജ്യത്തിന്റെ നീതി എന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം, അതിനുള്ള ഒരു അന്വേഷണത്തിലാണ് ശിഷ്യൻ. एक शागिर्द का जीवन में उसका पूरा लक्ष्य, उसका पूरा मन, उसका पूरा धन, सब कुछ एक ही बात में पीछा कर रहा है, मैं किस तरह खुदावंद की राष्ट्रबाजी को और मेरे जीवन में लेके आऊं और मैं यीशु के जैसा बनूं, ये है उसका लक्ष्य। എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? मैं अपना वचन को यहाँ पर बंद करता हूं। मैं आप लोग से भाइयों बहनों सवाल पूछता हूं कि मेरे और आप लोगों का जीवन का लक्ष्य क्या है, हमारा जीवन का एम्बिशन क्या है? നമ്മുടെ അയൽവക്കക്കാര്, ഹിന്ദു ആകട്ടെ മുസൽമാൻ ആകട്ടെ, അവരുടെ ലക്ഷ്യം എന്താ? കുറച്ച് പൈസ ഉണ്ടാക്കണം, മക്കളെ സെറ്റിൽ ചെയ്യണം, അവരെല്ലാം എന്താ, എന്റെ മക്കൾ 4 കാലേ നിൽക്കണം, എങ്ങനെങ്കിലും ഈ ലോകത്തിൽ ഒരു മാന്യതയിലെത്തണം. ശിഷ്യനാണെന്ന് പറയുന്ന എന്റെയും ലക്ഷ്യം ആ വ്യക്തിയുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യത്യാസമല്ലെങ്കിൽ ഞാൻ വിശാലവാതിലിലാണ്, എനിക്ക് യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ല, യേശുവിൽ കൂടി ഈ ലക്ഷ്യങ്ങളെ നേടുവാൻ ഞാൻ ഓടുകയാ. വാട്ട് എ ട്രാജഡി. देखिए मेरे और आप लोग के पड़ोसी लोगों को देखो, हिंदू होने दो, मुसलमान होने दो, उसका लाइफ का एम्बिशन क्या है? उसका लाइफ का एम्बिशन ये कि थोड़ा और पैसा कमाऊं, बच्चे थोड़ा बड़े हो जाने दो, उनको पढ़ाई होने दो, वो लोग जो अपने पैरों में खड़ा रहने दो, ये है उसका लक्ष्य, उसका एम्बिशन। अगर मैं जो कह रहा हूं कि मैं खुदावन का शागिर्द हूं, मैं जो कह रहा हूं कि मैं शुक्ला रास्ते से चल रहा हूं, मेरा भी लक्ष्य उसी के जैसा, पड़ोसी के जैसा है, तो कितना बड़ा ट्रेजेडी है। क्या है मेरा लक्ष्य कर हम लोग इस दफा जाने। ഒരു വാഗ്ദത്തം അവിടെ മറഞ്ഞു നിൽക്കുന്നത് ഞാൻ പറയാം. 6:33 പറയുന്നത് ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും ഞാൻ അന്വേഷിക്കുമ്പോൾ, ചിലര് മനസ്സിൽ എഴുതി വച്ചിരിക്കുന്നത് വാക്യം തെറ്റായിട്ടാണ്, എല്ലാം കിട്ടും. എല്ലാം കിട്ടുമെന്നല്ല അവിടെ പറയുന്നത്, ഇതൊക്കെയും ഉണ്മാനുള്ളത്, ഉടുപ്പാനുള്ളത്, കുടിപ്പാനുള്ളത്, എന്റെ ബേസിക് നീഡ്സ് കർത്താവ് മീറ്റ് ചെയ്യുമെന്നാണ്. ഞാൻ ദൈവരാജ്യത്തിനും അവിടുത്തെ നീതിക്കും എന്റെ ലൈഫ് കോൺസെൻട്രേറ്റ് ചെയ്താൽ എന്റെ ആവശ്യങ്ങൾ കർത്താവ് നടത്തി തരും. 6:33 में एक प्रॉमिस भी है, एक वायदा भी है। क्या है वायदा? जब हम उसकी बादशाही और राष्ट्रबाजी को खोजेंगे तो सारे चीजें देगा कर नहीं लिखा है, बल्कि ये सब चीजें 6:25 में लिखा हुआ, क्या खाएंगे, क्या पिएंगे, क्या पहनेंगे, मतलब मेरा हर दिन की जरूरत को खुदावंत मुहैया करेगा कर वहां पर लिखा गया है। എന്റെ മനസ്സിൽ 2 ചോദ്യങ്ങൾ പെട്ടെന്ന് വരുന്നു. ആ ചോദ്യങ്ങൾ ഒന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കുക. ഞാൻ ഉത്തരം പറയില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഒന്നാമത്തെ ചോദ്യം, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കർത്താവ് എന്റെ എല്ലാ ആവശ്യവും
നടത്തി തന്നിട്ടില്ലെന്ന് എന്നെ കേൾക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൽ സമർപ്പിക്കപ്പെട്ട ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ എല്ലാ ആവശ്യമൊന്നും കർത്താവ് നടത്തി തന്നിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പിന്നെ കോണ്ടാക്ട് അല്ലെ ബസൻ പാസ്റ്ററിൽ എന്നോട് കോണ്ടാക്ട് ചെയ്താൽ മതി. അങ്ങനെ ആരും ഇല്ലെന്ന എന്റെ ചിന്ത. मेरे आवाज को सुनने वाले में कोई है? मैं 2 सवाल पूछ कर मैं बंद करता हूँ। आप में से कोई ऐसा है कि जो कहेगा कि मेरा कोई भी जरूरत को खुदावंद ने पूरा नहीं किया है, मेरा कोई भी जरूरत को खुदावंद ने पूरा नहीं किया है कर कर कहने वाला कोई है? अगर मुझे लगता है कि ऐसा कोई नहीं होगा हमारे बीच में। എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയെന്നേ പറയാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ചിലതൊന്നും നിറവേറ്റിയില്ലെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ചോദ്യം ഞാൻ പെട്ടെന്ന് പറയാം. എന്റെ ആവശ്യങ്ങൾ മാത്രമേ കർത്താവ് നിറവേറ്റിയുള്ളെന്ന് ആർക്കേലും പറയാൻ പറ്റുമോ? വേറെ ഒന്നും കർത്താവ് നിറവേറ്റിയിട്ടില്ല, ആവശ്യം മാത്രമേ നിറവേറ്റിയിട്ടുള്ളെന്ന് പറയാൻ ആർക്കേലും ധൈര്യമുണ്ടോ? दूसरा सवाल, हम में से कितने लोग ये बोलेंगे कि मैंने जो परमेश्वर से जरूरत को मांगा वही उसने वो जरूरत को ही पूरा किया, ऐसा कोई कह सकेगा? ഇല്ല. ഈ രണ്ട് ചോദ്യത്തിനും ആരും കാണത്തില്ല. ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ യേശുവിന്റെ പാത തേടി വന്ന, യേശുവുമായിട്ടൊരു ബന്ധത്തിൽ വന്ന ആർക്കും പറയാൻ പറ്റത്തില്ല യേശു കർത്താവ് എന്റെ ആവശ്യങ്ങൾ എല്ലാം ഒന്നും നടത്തി തന്നിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. യേശു എന്റെ ആവശ്യം മാത്രമേ നടത്തിയുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാവരുടെയും സാക്ഷ്യം ചോദിക്കാത്തതും അർഹിക്കാത്തതും ആവശ്യത്തിലും അധികമായി എത്രയോ നന്മകളാൽ കർത്താവ് നമ്മളെ നിറച്ച് നടത്തുകയാണ്. അതോർത്ത് हमारे സ്തോത്രം പറയുക മാത്രമല്ല, അതിലപ്പുറമായി ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. देखिए मेरे भाई और बहनों, हमने मांगने से, हमने सोचने से भी बढ़कर खुदावन ने मुझे और आप लोग को दिया। हमने जो मांगा वो ही काली नहीं दिया, हमने जो सोचा नहीं वो भी प्रभु ने मेरे और आपके लिए दिया। हमने ऐसा प्रभु को जानकर जीने के लिए और उसके पद चिन्हों पर चलने के लिए प्रभु मुझे और आप लोगों को शक्ति और सामर्थ्य दे। ഇത് ഈ നന്മകൾ അനുഭവിച്ച് നന്ദി പറഞ്ഞ് തൃപ്തിപ്പെടുകയല്ല, മറിച്ച് ദൈവരാജ്യം, സ്വർഗരാജ്യം ആ ഇടുക്കമുള്ള വാതിലിൽ കൂടി പ്രവേശിച്ച് ജീവനിലേക്ക് എനിക്ക് യാത്ര ചെയ്യണമെന്നുള്ള ഒരു സമർപ്പണത്തോടെ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് വിരമിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. केवल मैं सुकड़ा रास्ते में चल रहा हूँ, उस तंग दरवाजे से गुजरकर मैं सुकड़ा रास्ते से क्यों चल रहा हूँ? मेरे सामने लक्ष्य क्या है? वो अब्दी जिंदगी, वो जिंदगी पाने के लिए खुदावन मैं जीवन के अंत तक पूरे समर्पण के साथ, पूरे दृढ़ निश्चय के साथ सुकड़े रास्ते में चलने के लिए मैं अपने आप को समर्पित करता हूं बोलकर प्रभु के सामने हम अपने आप को देंगे। प्रभु इस वचन से हम सबको आशीष और अनुग्रह दे। हालेलुया, प्रेज द लॉर्ड। प्रभु का वचन से 3 दिनों में प्रभु ने हमसे बात किया, इस